Ladies and gentlemen, with a big round of applause, let's welcome Team Cyrix led by Eagles Ajit and Joy for their presentation. നിറഞ്ഞ കൈയടിയോടുകൂടി ടീം സൈറിക്സിനെ നമുക്ക് വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം, ക്ഷണിക്കാം. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ജോയ്, എൻ്റെ കൂടെയുള്ളത് അജിത്ത്. ഞങ്ങൾ സൈറിക്സ് എന്ന കമ്പനിയുടെ കോ ഫൗണ്ടറും ഡയറക്ടേഴ്സുമാണ്. കഴിഞ്ഞ 2 വർഷവും ബിസ്കോൺ നടക്കുമ്പോൾ ഒരു ടെൻഷനും ഇല്ല, വളരെ ഫ്രീ ആയിട്ട് താഴെ ഇരുന്നതാണ് ഞങ്ങൾ. പക്ഷേ അന്ന് ഇവിടെ പ്രസൻറ്റ് ചെയ്ത ആളുകളുടെ പറഞ്ഞ കാര്യങ്ങൾ ഞങ്ങൾ പ്രാക്ടിക്കലായിട്ട് ചെയ്തുകൊണ്ടാവാം ഷമീൻ സാറ് ഞങ്ങളെ ഇങ്ങനെ ഒരു പ്രസൻറ്റേഷന് ക്ഷണിച്ചത്. അതിന് ഷമീൻ സാറിനോടുള്ള നന്ദി പറയുന്നു. ഇവിടെ ഇരിക്കുന്ന പലരെ പോലെ തന്നെ ഞങ്ങളും ഒരു ബിസിനസ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്നോ അതൊരു ഫാമിലി സപ്പോർട്ടിൽ നിന്നോ ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത ആളുകളല്ല. കമ്പനിയിൽ തന്നെ പല കാര്യങ്ങളും ചെയ്ത് നോക്കി അതൊരു ബിസിനസ് ഒരു ഷേപ്പിലാക്കി കൊണ്ടുവന്ന ആളുകളാണ്. ഇലക്ട്രോണിക്സിൽ താല്പര്യമുള്ള കാരണം ഡിപ്ലോമയ്ക്ക് ശേഷം മെഡിക്കൽ എക്യുപ്മെൻറ്റ് സർവീസ് ചെയ്യുന്ന കമ്പനിയിൽ ഞങ്ങൾ സർവീസ് എഞ്ചിനീയറായിട്ട് 3 വർഷം വർക്ക് ചെയ്തു. അപ്പോൾ അന്നേരമാണ് അജിത്തിനെ ഞാൻ ആദ്യമായി കാണുന്നതും ഇങ്ങനെ ഒരു ബിസിനസ് എന്നുള്ളൊരു ഐഡിയ അവിടെ നിന്നാണ് ഉത്ഭവപ്പെട്ടത്. അങ്ങനെ 23-ാമത്തെ വയസ്സിൽ 2004 ഞങ്ങൾ കമ്പനി സ്റ്റാർട്ട് ചെയ്തത്. അന്ന് കമ്പനി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒരു ബിസിനസ് അങ്ങനെ ഒരു കൺസെപ്റ്റിലൊന്നും അല്ല സ്റ്റാർട്ട് ചെയ്തത്. അന്ന് കിട്ടുന്ന സാലറി 3500 രൂപയൊക്കെ കൂടുതൽ എന്തായാലും കിട്ടുമെന്ന് ഉറപ്പായിരുന്നു. അങ്ങനെയാണ് ഇങ്ങനൊരു കമ്പനി സ്റ്റാർട്ട് ചെയ്തത്. ഞങ്ങൾ ചെയ്യുന്ന ബിസിനസ് എന്താണെന്ന് വെച്ചാൽ ഹെൽത്ത് കെയർ ഫീൽഡിൽ മെഡിക്കൽ എക്യുപ്മെൻറ്റ്സിൻ്റെ സെയിൽസ്, ഹോസ്പിറ്റലിലുള്ള എല്ലാ എക്യുപ്മെൻറ്റ്സിനും സെയിൽസ്, സർവീസ്, കാലിബ്രേഷൻ ആക്ടിവിറ്റീസാണ് ഞങ്ങൾ ചെയ്യുന്നത്. ഞങ്ങളുടെ ബിസിനസ് മറ്റുള്ളവരിൽ നിന്ന് എന്താണ് വ്യത്യസ്തമാകുന്നതെന്ന് വെച്ചാൽ, സാധാരണ ഞങ്ങളെപ്പോലെയുള്ള സർവീസ് പ്രൊവൈഡർ ഏതെങ്കിലും ഒരു കമ്പനിയുടെ ഡീലർഷിപ്പ് എടുക്കും, എന്നിട്ട് ആ കമ്പനിയുടെ പ്രൊഡക്റ്റ് മാത്രമേ അവർ സർവീസ് ചെയ്യുകയുള്ളൂ, ആ കമ്പനിയുടെ ഡീലർഷിപ്പിലുള്ള പ്രൊഡക്റ്റ്. പക്ഷേ ഞങ്ങൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ എല്ലാ ബ്രാൻഡിൻ്റെയും എല്ലാ പ്രൊഡക്റ്റും ഞങ്ങൾ സർവീസ് ചെയ്യാവുന്ന ടെക്നോളജി മീൻസ് ടെക്നിക്കൽ കേപ്പബിലിറ്റി ഞങ്ങളുണ്ടാക്കി. അതാണ് മറ്റുള്ളവരിൽ നിന്ന് ഞങ്ങൾക്ക് വ്യത്യസ്തമായത്. ഇത് ശരിക്കും ഒരു കസ്റ്റമറുടെ പെയിൻ പോയിൻ്റാണ്. ഹോസ്പിറ്റലിനെ സംബന്ധിച്ച് അവർ പല കമ്പനിയുടെ പല ബ്രാൻഡുകൾ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്തെങ്കിലും ഒരു പ്രൊഡക്റ്റ് കംപ്ലയിൻറ്റ് വന്നിട്ടുണ്ടെങ്കിൽ അതിൽ പല ആളുകളെ കോൺടാക്റ്റ് ചെയ്യേണ്ടി വരുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് കസ്റ്റമറുടെ ഒരു പെയിൻ പോയിൻ്റാണെന്ന് ഞങ്ങൾ മനസ്സിലാക്കി അതിനുള്ള ഒരു സൊല്യൂഷനാണ് കൊടുത്തത്. അപ്പോൾ ഞങ്ങൾ ഹോസ്പിറ്റലിൽ ഏത് ബ്രാൻഡ് ഏത് കംപ്ലയിൻറ്റ് വന്നാലും ഞങ്ങൾ അത് ചെയ്യുന്നുള്ള ടെക്നോളജി എല്ലാ ആളുകളെയും ഞങ്ങൾ അതിൽ ട്രെയിനിങ് കൊടുത്ത് ഞങ്ങളതിനെ ബിൽഡ് ചെയ്തു. അപ്പോൾ ഈവൻ ഈ ഹോസ്പിറ്റലിൽ യൂസ് ചെയ്യുന്ന BP അപ്പാരറ്റസ് മുതൽ CTMR പോലെയുള്ള ഹയർ എൻഡ് എക്യുപ്മെൻറ്റ്സും ഞങ്ങൾ റിപ്പയർ ചെയ്യുന്നതിനുള്ള കേപ്പബിലിറ്റി ഞങ്ങൾ ബിൽഡ് ചെയ്തെടുത്തു. അപ്പോൾ അത് കസ്റ്റമർക്ക് ഒരു നല്ല സൊല്യൂഷനായി. അപ്പോൾ സൈറിക്സിനെ എന്ത് കംപ്ലയിൻറ്റ് വന്നാലും വിളിച്ചാൽ അവർ സോൾവ് ചെയ്യുന്നുള്ളൊരു ട്രസ്റ്റ് കസ്റ്റമറിൽ ഉണ്ടാക്കാൻ ഞങ്ങൾക്ക് സാധിച്ചു. ഞങ്ങൾ 2004 3 പേരുമായിട്ടാണ് കമ്പനി സ്റ്റാർട്ട് ചെയ്തത്. ഇന്ന് ഏകദേശം ഞങ്ങളുടെ 1200 ടീം മെമ്പേഴ്സ് ഞങ്ങളുടെ ഒപ്പം വർക്ക് ചെയ്യുന്നുണ്ട്, ഇന്ത്യക്ക് പുറത്തുമായിട്ട്. അന്ന് കേരളത്തിലെ 3 ഡിസ്ട്രിക്ട്, എറണാകുളം, തൃശ്ശൂർ, പാലക്കാട് ഡിസ്ട്രിക്റ്റിലാണ് ഞങ്ങൾ ഫസ്റ്റ് ഓപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തത്. ഇന്നിപ്പോൾ ഇന്ത്യയിൽ 10 സ്റ്റേറ്റ് ഉൾപ്പെടെ 4 രാജ്യങ്ങളിൽ ഞങ്ങൾ ഓപ്പറേഷൻസ് ഉണ്ട്. അന്ന് ഞങ്ങൾക്ക് 2004 ഏകദേശം 50 ലക്ഷം രൂപയായിരുന്നു ടേൺ ഓവർ. പക്ഷേ കഴിഞ്ഞ വർഷം ഫിനാൻഷ്യൽ ക്ലോസ് ചെയ്യുമ്പോൾ ഞങ്ങൾ 250 കോടി ഞങ്ങൾക്ക് ടേൺ ഓവർ ഞങ്ങൾക്ക് എത്തിക്കാൻ പറ്റി. ഞങ്ങൾ ഈ മെഡിക്കൽ ഫീൽഡിൽ എന്ത് പുതിയ ഓപ്പർച്യൂണിറ്റീസ് വന്നാലും ഞങ്ങളതിനെ പഠിച്ച് ഞങ്ങളുടെ ഒരു ബിസിനസ് വെർട്ടിക്കലായിട്ട് ഞങ്ങൾ അപ്ഗ്രേഡ് ചെയ്യാറുണ്ടായിരുന്നു. അതിനൊരു ഉദാഹരണം എന്താണെന്ന് വെച്ചാൽ 2014
കേരള ഗവൺമെൻറ് ഇവിടെ ഒരു ടെൻഡർ വിളിക്കുകയുണ്ടായി. ഇവിടെയുള്ള എല്ലാ ഹോസ്പിറ്റലിൻ്റെയും എല്ലാ എക്യുപ്മെൻറ്റ്സും ടെൻഡർ വിളിച്ചിട്ട് ഒരു ഏജൻസിനെ ഏൽപ്പിക്കുന്നതിനുള്ള ഒരു ടെൻഡറായിരുന്നു. അപ്പോൾ അതിൽ പ്രീ ബിഡ് മീറ്റിങ്ങിൽ ഞങ്ങൾ പങ്കെടുക്കുകയുണ്ടായി. പക്ഷേ ഞങ്ങൾക്ക് മെയിൻ ടെൻഡറിൽ ഞങ്ങൾക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റിയില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അത് സർട്ടൺ ക്രൈറ്റീരിയ ഉണ്ട്, അത് ടെൻഡർ പാർട്ടിസിപ്പേറ്റ് ചെയ്യണമെന്ന്. അതിൽ ഞങ്ങൾക്ക് ക്വാളിഫിക്കേഷൻ മീറ്റ് ചെയ്യാൻ പറ്റില്ല, ടെക്നിക്കൽ ക്വാളിഫിക്കേഷൻ ഞങ്ങൾക്ക് മീറ്റ് ചെയ്യാൻ പറ്റിയില്ല. അതുകൊണ്ട് ഞങ്ങൾക്ക് ആ ടെൻഡറിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഞങ്ങൾക്ക് മനസ്സിലായി അതൊരു നല്ല ഓപ്പർച്യൂണിറ്റിയാണ്. അതിന് ഫ്യൂച്ചർ ഇപ്പോൾ കേരളത്തിൽ വന്ന പോലെ ഇന്ത്യയിലെ എല്ലാ സ്റ്റേറ്റിലും ഇത് വരാൻ ചാൻസ് ഉണ്ട്. തന്നെയല്ല ഇതിൽ കോമ്പറ്റീഷൻസ് വളരെ കുറവായിരുന്നു. കോമ്പറ്റീഷൻ കുറവെന്ന് വെച്ചാൽ കോമ്പറ്റീഷൻ അന്ന് ഉണ്ടായിരുന്ന വളരെ MNC കമ്പനികളാണ് ഈ കേരളത്തിൽ വന്ന് കൂട്ടി ചെയ്തത്. സൗത്ത് ഇന്ത്യയിൽ നിന്ന് ഒറ്റ കമ്പനി പോലും അതിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടില്ല. അപ്പം ഞങ്ങൾക്ക് ഇതൊരു സ്കോപ്പ് ഉണ്ടെന്ന് മനസ്സിലായിട്ട് ഞങ്ങൾ അടുത്ത 5 വർഷം ആ ക്രൈറ്റീരിയ മീറ്റ് ചെയ്യാനുള്ള ക്വാളിഫിക്കേഷൻ മീറ്റ് ചെയ്യാനുള്ള കാര്യങ്ങളാണ് ഞങ്ങൾ ചെയ്തത്. അപ്പോൾ അങ്ങനെ 5 വർഷം അതിൻ്റെ ടെക്നിക്കൽ ക്വാളിഫിക്കേഷൻ മീറ്റ് ചെയ്യാനുള്ള ഓരോരോ സ്റ്റെപ്പായിട്ട് ഞങ്ങൾ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്ത് 5 വർഷം കൊണ്ട് ഞങ്ങളത് ക്രൈറ്റീരിയ ഞങ്ങൾ മീറ്റ് ചെയ്തു. അങ്ങനെ 2019 UP ഗവൺമെൻറ് സെയിം ടെൻഡർ വിളിച്ചു. ഈ കേരളത്തിൽ വിളിച്ച പോലെ അവിടെയുള്ള 75 ഡിസ്ട്രിക്റ്റിലെ എല്ലാ ഹോസ്പിറ്റലിലെ എല്ലാ എക്യുപ്മെൻറ്റ്സും സർവീസ് ചെയ്യാനായിട്ട് ഒരൊറ്റ ഏജൻസിനെ ടെൻഡർ വിളിച്ചു. അത് ഞങ്ങൾ കോട്ട് ചെയ്തു, ടെക്നിക്കലി ഞങ്ങൾ ക്വാളിഫൈ ആയി. അങ്ങനെ ഞങ്ങൾക്ക് ആ ടെൻഡർ അവാർഡ് ചെയ്തു. ഏകദേശം ഇയർലി ഒരു 60 കോടിയുടെ ബില്ലിംഗ് ആയിരുന്നു സ്റ്റാർട്ടിങ്ങിൽ അവിടെ ഉണ്ടായിരുന്നത്. അത് ഞങ്ങൾക്ക് വളരെ ഒരു നല്ല അച്ചീവ്മെൻ്റ് ആയിരുന്നു. പ്രത്യേകിച്ചും കേരളത്തിൽ നിന്നുള്ള ഒരു കമ്പനി UP പോയി 2014 19 ആ സമയത്ത് ബിസിനസ് ചെയ്ത് സക്സസ് ആകുമെന്ന് പറഞ്ഞാൽ മിക്കവരും വിശ്വസിക്കില്ല. പ്രത്യേകിച്ചും ഞങ്ങളെ സംബന്ധിച്ച് അത്ര ഹിന്ദിയോ അത്ര ഫ്ലുവൻ്റ് അല്ലായിരുന്നു. പക്ഷേ ഞങ്ങൾ അവിടെ പോയി ഏകദേശം 250 സ്റ്റാഫിനെ അവിടെ റിക്രൂട്ട് ചെയ്തിട്ട് അവർ പറയുന്ന സ്പെസിഫിക്കേഷനിൽ ഞങ്ങൾ ആ പ്രൊജക്റ്റ് നല്ല രീതിയിൽ ഞങ്ങൾ സക്സസ് ആക്കി എടുത്തു. അത് ഞങ്ങൾക്ക് നല്ലൊരു ധൈര്യം തന്നു. അതുകൊണ്ട് ഞങ്ങൾക്ക് അതിന് ശേഷം തന്നെ പല സ്റ്റേറ്റിൽ ഞങ്ങൾക്ക് ഓപ്പൺ ചെയ്യാനും ഇന്ത്യക്ക് പുറത്ത് 4 രാജ്യങ്ങളിൽ ഞങ്ങൾക്ക് ഓപ്പറേറ്റ് ചെയ്യാനുള്ള ഒരു ശക്തി ഞങ്ങൾക്ക് അതിൽ നിന്നുണ്ടായി. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഒരു മാനുഫാക്ചറിങ് പോലും ഇല്ലാതെ സർവീസ് മാത്രം ചെയ്യുന്ന കമ്പനി എങ്ങനെയാണ്. ഞങ്ങളുടെ ലാസ്റ്റ് ഇയർ Big 4 വാല്യുവേഷൻ എടുത്തപ്പോൾ ഏകദേശം 500 കോടിയാണ് ഞങ്ങളുടെ വാല്യുവേഷൻ വന്നത്. എങ്ങനെയാണ് ഈ കമ്പനി ഇത്ര വാല്യുവേഷനിൽ എത്തിയെന്നുള്ളത് നിങ്ങൾ സംശയിക്കുന്നുണ്ടാവും. അപ്പോൾ അതിനെക്കുറിച്ച് സംസാരിക്കാനായിട്ട് ഞാൻ അജിത്തിനെ ക്ഷണിച്ചുകൊള്ളുന്നു. Good morning, Eagles. Hope it's audible, right? Once again, thank you for the opportunity. Let me tell you one thing which 3,000 rupees over a period of time, 500 crores valued ആയ ഒരു സ്റ്റോറി നിങ്ങളോട് പറയാനാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത്. 30,000 രൂപ 20 വർഷങ്ങൾക്ക് മുന്നേ ഇൻവെസ്റ്റ് ചെയ്തിട്ട് ആ 30,000 രൂപ 500 crores വാല്യൂവിലേക്ക് എത്തിച്ച ഒരു സ്റ്റോറി നിങ്ങളോട് പറയുന്നതിന് മുന്നേ ലെറ്റ് മീ ജസ്റ്റ് ടെൽ യു വൺ ഇമ്പോർട്ടൻറ്റ് ടേണിംഗ് പോയിൻ്റ്. ഞങ്ങളുടെ ബിസിനസ് ലൈഫിൽ ഞങ്ങൾക്കുണ്ടായ ഒരു മേജർ ടേണിംഗ് പോയിൻ്റ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാമെന്ന് വിചാരിക്കുകയാണ്. ഞങ്ങളുടെ ഒരു പാർട്ട്ണർഷിപ്പ് ഓർഗനൈസേഷൻ ആയിരുന്നു. ജോയി കുറച്ച് മുന്നേ സൂചിപ്പിച്ചിരുന്നു. 3 ആളുകൾ കൂടിയാണ് ഞങ്ങൾ തുടങ്ങിയത്. അപ്പോൾ ഓവർ എ പീരീഡ് ഓഫ് ടൈം 9 വർഷം കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ ഒരു പാർട്ട്ണർ അതിൽ നിന്ന് എക്സിറ്റ് ചെയ്യാൻ തീരുമാനിച്ചു. ഇറ്റ് വാസ് ആക്ച്വലി എ ബിഗ് ഷോക്ക്. വി ക്യാൻ സേ അതൊരു വലിയൊരു ബ്രേക്കിംഗ്, അല്ലെങ്കിൽ ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങളുടെ ബിസിനസ് കരിയറിലെ വലിയൊരു എന്താ പറയുക അതിനെ ഐ ക്യാൻ സേ ഇറ്റ് വാസ് എ ബിഗ് ത്രെഡ് ബൈ ദാറ്റ് ടൈം. അതിനൊരു റീസൺ ഉണ്ടായിരുന്നു. ആ സമയത്ത് ഞങ്ങൾക്കൊരു 19 ആളുകൾ ഞങ്ങളുടെ കൂടെ വർക്ക് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ 500 കസ്റ്റമേഴ്സ് ഉണ്ട്. പല കസ്റ്റമേഴ്സിൻ്റെ കയ്യിൽ നിന്ന് നമ്മൾ അഡ്വാൻസ് വാങ്ങിച്ചതുണ്ട്. പല കസ്റ്റമേഴ്സിന് നമുക്ക് പൈസ തരാനുള്ളവരുണ്ട്. പലർക്കും നമുക്ക് സാധനങ്ങൾ സപ്ലൈ ചെയ്യാനുണ്ട്. അപ്പോൾ നിങ്ങൾക്കറിയാം, ഒരു പാർട്ട്ണർഷിപ്പ് ഓർഗനൈസേഷൻ അതിനകത്തൊരു പാർട്ട്ണർ എക്സിറ്റ് ചെയ്യാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ അതോടുകൂടി ആ പാർട്ട്ണർഷിപ്പിൻ്റെ കാലാവധി കഴിഞ്ഞു. ദാറ്റ് പാർട്ട്ണർഷിപ്പ് ഈസ് ഗോയിങ് ടു എൻഡ്. സോ ആ സമയത്ത് നമുക്ക് പേയ്മെൻറ്റ് ട്രാൻസ്ഫർ എന്നോട്ട് ഒരു ഡിസിഷൻ മേക്കിങ്ങിൽ പോലും വളരെയധികം നമുക്ക് ചലഞ്ചസ് ഉള്ള സമയങ്ങളാണ് ഇങ്ങനെയുള്ള ഡിസ്ട്രപ്ഷൻസ്. അന്ന് ഞങ്ങളൊരു സിമ്പിൾ വാല്യുവേഷൻ മെത്തേഡ് അനുസരിച്ചിട്ട് അദ്ദേഹത്തിൻ്റെ ഷെയർ നമ്മൾ സെറ്റിൽ ചെയ്തപ്പോൾ അത് ആക്ച്വലി ഇറ്റ് വാസ് എ ഐ ഓപ്പണിംഗ് ഫോർ അസ് ടു.
ബിക്കോസ് അന്ന് എന്ത് പൈസയാണോ ഞങ്ങൾ അദ്ദേഹത്തിന് ഷെയർ ചെയ്തത് അത്രയും തന്നെയാണല്ലോ ഞങ്ങളുടെ ഓരോരുത്തരെയും ഷെയർ ആ ബിസിനസ്സിലുള്ളതെന്ന് ഞങ്ങൾക്ക് മനസ്സിലാക്കിയപ്പോൾ അത് ഞങ്ങളെ സംബന്ധിച്ച് വലിയൊരു ടേണിംഗ് പോയിന്റ് ആയിരുന്നു. ബിക്കോസ് 9 വർഷം കൊണ്ട് ആ 10,000 രൂപ എത്രമാത്രം വളർന്നു എന്നുള്ളത് അതിൽ നിന്നൊരു ഒരു റിയൽ ഐ ഓപ്പണിംഗ് അല്ലെങ്കിൽ ഒരു സൈറ്റ് ഞങ്ങൾക്ക് കിട്ടി എന്നുള്ളതാണ്. സോ ഒരു ചലഞ്ച് ഉണ്ടായിരുന്ന സമയത്ത് ദർ ഈസ് അനദർ ഓപ്പർച്യൂണിറ്റി ടു. അന്ന് ഞങ്ങൾ തീരുമാനിച്ചു ദിസ് ക്യാൻ ഹാപ്പൻ ഇൻ ഗോയിങ് ഫോർവേഡ് ഓൾസോ, റൈറ്റ്? മാത്രമല്ല ഒരു വാല്യൂ ബേസ്ഡ് ആയിട്ടുള്ള ഒരു ഓർഗനൈസേഷൻ ബിൽഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വി നീഡ് ടു ഹാവ് എ സോളിഡ് സ്ട്രക്ചർ. അപ്പോൾ ഒരു പാർട്ട്ണർഷിപ്പിനെ സംബന്ധിച്ചുണ്ടായിരുന്ന ചലഞ്ചസ് നമ്മൾ മനസ്സിലാക്കി. ഏതൊരു ബിസിനസ്സിലും ഏതൊരു സമയത്തും ഒരു പാർട്ട്ണർക്കോ ഒരു ഇൻവെസ്റ്റർക്കോ കടന്നു വരാനും അതേപോലെ തന്നെ വളരെ സ്മൂത്തായിട്ട് എക്സിറ്റ് ചെയ്യാനും പറ്റുന്ന തരത്തിലുള്ള ഒരു സ്ട്രക്ചർ നമ്മൾ ബിസിനസ്സിൽ ക്രിയേറ്റ് ചെയ്താൽ മാത്രമാണ് നമുക്ക് ബിസിനസ് വളരെ സ്മൂത്തായിട്ട് നടക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതിനുവേണ്ടി ഞങ്ങളൊരു പ്രൈവറ്റ് ലിമിറ്റഡ് ഓർഗനൈസേഷൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. എന്തിനു വേണ്ടിയാണ് പ്രൈവറ്റ് ലിമിറ്റഡ് ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞാൽ ദർ ഈസ് ഓൾവേസ് എ ചാൻസ് ഓഫ് ഡിസ്ട്രപ്ഷൻസ്. ഇതേപോലുള്ള പലപ്പോഴും നമുക്ക് ഡിസ്ട്രപ്ഷൻസ് വരാം. ആ സമയത്ത് ബിസിനസ് ഓപ്പറേഷൻസിനെ അഫക്റ്റ് ചെയ്യാതെ കാര്യങ്ങൾ വളരെ സ്മൂത്തായിട്ട് ഹാൻഡിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ വി നീഡ് എ വെരി ഗുഡ് സോളിഡ് സ്ട്രക്ചർ. എനിക്ക് തോന്നുന്നു നിങ്ങൾ പലരും പാർട്ട്ണർഷിപ്പ് ഓർഗനൈസേഷൻസ് റൺ ചെയ്യുന്നവരുണ്ടാവാം, അല്ലെങ്കിൽ പാർട്ട്ണർഷിപ്പ് തുടങ്ങാൻ പ്ലാൻ ചെയ്തവരുണ്ടാവാം. അപ്പോൾ ഇതിനൊക്കെ നിങ്ങൾ ആലോചിക്കുക, ഇതിനകത്ത് വരാൻ സാധ്യതയുള്ള ഡിസ്ട്രപ്ഷൻസിനെ നിങ്ങൾ മുന്നേ കൂട്ടി നിങ്ങൾക്ക് കാണാനും അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനും പറ്റുന്ന എന്തെങ്കിലും ഒരു സോളിഡ് സിസ്റ്റം നിങ്ങൾ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ബിസിനസ് ബുദ്ധിമുട്ടില്ലാതെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നതാണ്. സോ വി സ്റ്റാർട്ടഡ് എ ബിസിനസ് ഇൻ 2013 ആസ് എ പ്രൈവറ്റ് ലിമിറ്റഡ് ഇൻ ദ ഫോം ഓഫ് സൈറക്സ് ഹെൽത്ത് കെയർ. ഇനി ആ ബിസിനസ് വളരെ ഭംഗിയായിട്ട് മുന്നോട്ട് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് മുന്നേ നമ്മുടെ ഇവിടെ പലരും സംസാരിച്ചതിൽ ദർ ഇസ് എ വിഷൻ റിക്വയർഡ്, റൈറ്റ്? ഈ ബിസിനസ്സിനെ നമുക്ക് എങ്ങനെ കൊണ്ടുപോകണം, അടുത്ത 5 വർഷം കഴിയുമ്പോൾ ഈ ബിസിനസ്സിൻ്റെ ഷേപ്പ് എന്തായിരിക്കും, സൈസ് എന്തായിരിക്കും, അതേപോലെ ആ ബിസിനസ്സിൽ നമുക്ക് നാളെ നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം എന്ന് പോലും നമുക്ക് ഒരു എനർജി കിട്ടുന്നത് നമുക്ക് കൃത്യമായിട്ടുള്ള പ്ലാനും പ്രോസസ്സും ഉള്ളപ്പോഴാണ്. അപ്പോൾ ഒരു ലോങ് ടൈമിലേക്കുള്ള ഒരു വിഷൻ ഉണ്ടാക്കുക എന്നുള്ളതായിരുന്നു തൊട്ടടുത്തൊരു പ്ലാൻ. അതോടുകൂടി തന്നെ നമ്മളൊക്കെ പറയും ബിസിനസ് എന്ന് പറയുന്ന ഒരു പ്രോഫിറ്റ് മോട്ടീവുകൾ വേണ്ടി ചെയ്യുന്നതാണ്. പക്ഷേ അതിനോടുകൂടി തന്നെ അതിനകത്ത് എന്തെങ്കിലും ഒരു സോഷ്യൽ എലമെൻറ്റും കൂടെ നിങ്ങൾക്ക് കൊണ്ടുവരാൻ പറ്റിയാൽ ദാറ്റ് ഈസ് ഗോയിങ് ടു ബി എ ഗ്രേറ്റ് വാല്യൂഡ്. അതൊരു വലിയൊരു വാല്യൂ ക്രിയേറ്റ് ചെയ്യാൻ സാധ്യതയുള്ള ഒരു എലമെൻറ്റാണ്. സോ ആ ബിസിനസ് നമുക്കൊരു പ്രോഫിറ്റ് മോട്ടീവിനോടുകൂടി സോഷ്യൽ എലമെൻറ്റും കൂടെ തരത്തിലുള്ളൊരു വിഷനും അതേപോലെ ഒരു മാസ്റ്റർ പ്ലാനും നമുക്കുണ്ടെങ്കിലും ഐ ആം ഷുവർ വി ക്യാൻ ക്രിയേറ്റ് എ വെരി സക്സസ്ഫുൾ മോഡൽ. സോ ഇങ്ങനെ ഒരു വിഷൻ മാത്രം ഉണ്ടായതുകൊണ്ട് കാര്യമില്ല. കാര്യം നമ്മളെ സംബന്ധിച്ച് നമ്മുടെ ബിസിനസ് മുന്നോട്ട് പോകണം എന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടേതായ ചില ബ്രാൻഡ് വാല്യൂസ് ഉണ്ടാവണം, അല്ലെങ്കിൽ നമ്മുടേതായ ചില എക്സിസ്റ്റൻസ് ഉണ്ടാവണം. പലപ്പോഴും ഇപ്പം ജോയി ആദ്യമേ സൂചിപ്പിച്ചിരുന്നു, ഞങ്ങൾ തുടക്കത്തിലെ ഒരു ഡിസ്ട്രിബ്യൂട്ടർ ഓർഗനൈസേഷനായിരുന്നു. എന്ന് പറഞ്ഞാൽ പല കമ്പനിയുടെയും പ്രോഡക്റ്റ് നമ്മളിവിടെ മാർക്കറ്റ് ചെയ്യുക അല്ലെങ്കിൽ സെയിൽ ചെയ്യുക, അതിന് സർവീസ് ചെയ്യുക എന്ന് പറയുന്ന ആക്ടിവിറ്റീസാണ് നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത്. ഗോയിങ് ഫോർവേഡ് നമുക്ക് മനസ്സിലാക്കിയ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കമ്പനിയിൽ ഉണ്ടാകുന്ന എന്തെങ്കിലും തരത്തിലുള്ള ചലഞ്ചസ്, ഇപ്പോൾ ആ കമ്പനിയുടെ മാനേജ്മെൻറ്റിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ, ആ കമ്പനിയുടെ പ്രോഡക്റ്റിൽ ഉണ്ടാകുന്ന ചില പ്രോബ്ലംസ്, അല്ലാന്നുണ്ടെങ്കിൽ അവരുടെ ഓപ്പറേഷണൽ ശൈലിയിലുണ്ടാകുന്ന പല കാര്യങ്ങളും നമ്മുടെ ബിസിനസ്സേയും എഫക്റ്റ് ചെയ്യാനുള്ള പോസിബിലിറ്റീസ് ഉണ്ട്. അപ്പോൾ അന്ന് നമ്മൾ തീരുമാനിച്ചൊരു കാര്യം, ഇനി നമ്മൾ എന്തെങ്കിലും ഒരു പ്രോഡക്റ്റോ സർവീസോ അല്ലെങ്കിൽ നമ്മുടെ ഒരു ബിസിനസ് നമ്മൾ റൺ ചെയ്യുമ്പോൾ അതിനകത്ത് ഒരു കമ്പനിക്കും, നമ്മൾ ഏത് കമ്പനിയുടെ പ്രോഡക്റ്റ് ചെയ്താലും ഒരു കമ്പനിക്കും നമ്മുടെ 20% മുകളിൽ മാർക്കറ്റ് ഷെയർ അല്ലെങ്കിൽ നമ്മുടെ ബിസിനസ്സിൽ ഷെയർ നമ്മൾ വെക്കില്ല എന്ന് നമ്മൾ തീരുമാനിച്ചിരുന്നു. റവന്യൂ കോൺസെൻട്രേഷൻ ആക്ച്വലി ഇറ്റ് ഇസ് എ ബിഗ് ഹ്യൂജ് ചലഞ്ച്. നിങ്ങൾക്കറിയാം, നമ്മൾ ഒരു കസ്റ്റമറിൽ നിന്നാണ് നമ്മുടെ മാക്സിമം റവന്യൂ വരുന്നത്, അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ കമ്പനിയുടെ പ്രോഡക്റ്റിൽ നിന്നാണ് നമ്മുടെ മാക്സിമം റവന്യൂ വരുന്നതെങ്കിൽ നാളെ ആ കമ്പനിക്കോ അല്ലെങ്കിൽ ആ കസ്റ്റമറിനോ എന്തെങ്കിലും സംഭവിച്ചാൽ ദാറ്റ് ഈസ് ഗോയിങ് ടു എഫക്റ്റ് അവർ ബിസിനസ്. സോ ഓൾവേസ് വി നീഡ് ടു മിറ്റിഗേറ്റ് അവർ റിസ്ക്. അപ്പോൾ അതിന് നമ്മൾ മൾട്ടിപ്പിൾ കസ്റ്റമേഴ്സ് ഉണ്ടാവണം, മൾട്ടിപ്പിൾ കമ്പനീസ് ഉണ്ടാവണം. മാത്രമല്ല, മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി ഇഫ് യു ക്യാൻ ക്രിയേറ്റ് സം യുവർ ഓൺ, നിങ്ങളുടെ സ്വന്തമായിട്ടുള്ള എന്തെങ്കിലും ഒരു ബ്രാൻഡ് ബിൽഡ് ചെയ്യാൻ പറ്റിയാൽ, നിങ്ങളുടെ വിസിബിലിറ്റി ഉണ്ടാക്കാൻ പറ്റിയാൽ, ദാറ്റ് ഇറ്റ് സെൽഫ് ഇസ് എ ഗ്രേറ്റ് തിങ്. സോ വി ഡിസൈഡഡ് ടു ഫോക്കസ് ഓൺ അവർ കോർ സ്ട്രെങ്ത് ഓഫ് മെഡിക്കൽ എക്യുപ്മെൻറ്റ് സർവീസ്. So that was our core strength, because we were service engineers. We started our organization with the motive of service, and we continued and we focused more into medical equipment services. ഇതിൽ നിന്നൊക്കെ ഒരു കാര്യം ഞങ്ങളുടെ പാസ്റ്റ് എക്സ്പീരിയൻസിൽ നമ്മൾ മനസ്സിലാക്കിയത്, വാട്ട് എവർ വി ലേൺ സോ ഫാർ, അല്ലെങ്കിൽ ഞങ്ങൾ ആ 9 വർഷം 10 വർഷം ഞങ്ങൾ പഠിച്ച പല കാര്യങ്ങളും പോരെ ഞങ്ങളെ തൊട്ടടുത്ത ഫേസിലേക്ക് കൊണ്ടുപോകാനായിട്ട്. സോ വാട്ട് എവർ വി ലേൺ, വി ട്രൈ ടു അൺലേൺ ആൻഡ് റീലേൺ. അതിൽ ഞങ്ങൾ കൂടെ ഞങ്ങളുടെ ആളുകളോടും ഇപ്പോഴാണെങ്കിലും നമ്മൾ പറയുന്ന ഒരു കാര്യം, കണ്ടിന്യൂസ് ലേണിംഗ് ഈസ് ആൻ ഇമ്പോർട്ടൻ്റ് എലമെൻറ്റ്. അത് നമ്മൾ ഇപ്പോഴും ഫോളോ ചെയ്യുന്നതാണ്. കാര്യം ഇന്ന് നമ്മളെ ഇവിടെ വരെ എത്തിച്ച അതേ ടെക്നിക്സോ മെത്തേഡോ മതിയാവില്ല നമുക്ക് ഇനി അങ്ങോട്ടേക്കുള്ള യാത്രയിൽ.
കാരണം ഇനിയും നമ്മൾ അങ്ങോട്ടേക്ക് പോകുമ്പോൾ നമ്മുടെ സ്വപ്നങ്ങൾ വലുതാകുമ്പോൾ നമുക്ക് വലിയ വലിയ കാര്യങ്ങൾ ചെയ്യണം എന്നുണ്ടെങ്കിൽ വി നീഡ് ടു ലേൺ മോർ ആൻഡ് ഇംപ്ലിമെൻറ്റ് മോർ. സോ ഞാൻ ഇത്രയും പറഞ്ഞതിൽ ഇതിനേക്കാൾ ഉപരിയായിട്ട് ഒരുപക്ഷെ ഞാൻ ഇനിയിപ്പോൾ കാണിക്കാൻ പോകുന്ന സ്ലൈഡ്സ് നിങ്ങൾ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് ശ്രദ്ധിച്ചാൽ ഒരുപക്ഷെ യു ക്യാൻ അണ്ടർസ്റ്റാൻഡ് ഹൗ വി ക്യാൻ ക്രിയേറ്റ് എ വാല്യൂ ബേസ്ഡ് ഓർഗനൈസേഷൻ. സോ നമ്മൾ ആദ്യമേ പറഞ്ഞു നല്ലൊരു സ്ട്രക്ചർ ഉണ്ടാവണം, അതോടുകൂടി തന്നെ നമുക്ക് ഒരു ലോങ് ടൈം വിഷൻ ഉണ്ടാവണം, ഒരു ലോങ് ടൈം പ്ലാൻ ഉണ്ടാവണം, നമുക്ക് നമ്മുടെ കോർ സ്ട്രെങ്ത്തിൽ നമുക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റണം, നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ലേൺ ചെയ്യണം എന്നൊക്കെ പറഞ്ഞു. ഇതെല്ലാം ചെയ്യുമ്പോഴും നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ഒരു ബിസിനസ്സിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ഫിനാൻഷ്യൽ ഡിസിപ്ലിൻ. ഞാനിപ്പോൾ ഇവിടെ പലരുടെയും ചോദ്യങ്ങൾ കേട്ടായിരുന്നു, എങ്ങനെയാണ് കളക്ഷൻ ഇമ്പ്രൂവ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഔട്ട്സ്റ്റാൻഡിങ് എങ്ങനെ മാനേജ് ചെയ്യാം എന്നൊക്കെ ഒരുപാട് കാര്യങ്ങൾ ചോദിച്ചത് കേട്ടു. ഹൗ ടു മാനേജ് എക്സ്പെൻസസ്. സോ ഫിനാൻഷ്യൽ ഡിസിപ്ലിൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഒരു ബിസിനസ്സിൽ. അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം വർക്കിംഗ് ക്യാപിറ്റൽ. നമ്മുടെ വർക്കിംഗ് ക്യാപിറ്റലിനെ നമ്മൾ എടുത്തിട്ട് അത് ഫിക്സഡ് അസറ്റോ അല്ലാന്നുണ്ടെങ്കിൽ നമ്മളുടെ ലോങ് ടൈം അസറ്റ് ക്രിയേഷന് വേണ്ടി നമ്മൾ ഉപയോഗിക്കാതിരിക്കുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു തമ്പ് റൂൾ ഏതൊരാളും ഫോളോ ചെയ്യേണ്ടത്. മാത്രമല്ല ഏതൊരു ബിസിനസ്സിനും വേണ്ടുന്ന ഒരു കാര്യം, നിങ്ങൾ ഇതിലേക്കൊക്കെ എത്തുന്നതിന് മുന്നേ നിങ്ങൾ തീരുമാനിക്കേണ്ട ഒരു കാര്യം, നമ്മളുടെ ഒരു വർഷത്തെ എക്സ്പെൻസ്, അതായത് ബഡ്ജറ്റ് നമ്മൾ കൃത്യമായിട്ട് പ്രിപ്പയർ ചെയ്യണം. സോ ബഡ്ജറ്റ് ഈസ് റിയലി ഇമ്പോർട്ടൻറ്റ്. ആദ്യം ചോദിച്ചിരുന്നു, ഞാൻ ആ ചോദ്യം കേട്ടിരുന്നു, എങ്ങനെയാണ് നമ്മുടെ അനാവശ്യ എക്സ്പെൻസുകൾ കൺട്രോൾ ചെയ്യുക? ബിക്കോസ് ഫസ്റ്റ് വി നീഡ് ടു ഐഡൻറ്റിഫൈ വാട്ട് ഈസ് ദ ആക്ച്വൽ എക്സ്പെൻസസ്. അപ്പോൾ നമ്മൾ ഒരു ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവും എവിടെയെല്ലാം എന്തെല്ലാം പൈസകൾ നമുക്ക് ചിലവാക്കാം. അതിൽ നിന്ന് മാറ്റം വരുന്നതിനൊക്കെ നമുക്ക് വേണമെങ്കിൽ അനാവശ്യമായിട്ട് നമുക്ക് കണക്കാക്കാം. കാര്യം ഇറ്റ് ഈസ് നോട്ട് ദെയർ ഇൻ യുവർ പ്ലാൻ. അപ്പോൾ ഈ ഒരു ബഡ്ജറ്റ് ഉണ്ടാക്കുക എന്ന് പറയുന്നത് ദാറ്റ് ഈസ് നോട്ട് ഫോർ 1 ഇയർ, യു പ്രിപ്പയർ ഇറ്റ് ഫോർ 5 years. എന്നിട്ട് ഇതിനെ നിങ്ങൾ ബ്രേക്ക് ഡൗൺ ചെയ്ത് എവറി മന്ത്, ഈച്ച് മന്ത് ബഡ്ജറ്റാക്കി നിങ്ങൾ മാറ്റുക. ആ ബഡ്ജറ്റിനെ നിങ്ങൾ എല്ലാ മാസവും കൃത്യമായിട്ട് അനലൈസ് ചെയ്യാൻ ശ്രമിക്കുക. ആ അനാലിസിസ് എന്ന് പറയുന്നത് നിങ്ങളുടെ ചിലവ് മാത്രമല്ല, നിങ്ങൾക്ക് എങ്ങനെയാണ് റവന്യൂ വരുന്നത്, ആ റവന്യൂവിൽ നിങ്ങൾ എങ്ങനെയാണ് നിങ്ങളുടെ എക്സ്പെൻസസ് സ്പെൻഡ് ചെയ്യുന്നത്, അതുമായിട്ട് അസോസിയേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾ കൃത്യമായിട്ട് എല്ലാ മാസവും കൃത്യമായി നിങ്ങൾ അനലൈസ് ചെയ്യുകയാണെങ്കിൽ പല കാര്യങ്ങൾക്കും നമുക്ക് സൊല്യൂഷൻ കിട്ടും. വർഷം അവസാനമാകുമ്പോഴുള്ള പല സർപ്രൈസുകളും നമുക്ക് ഒഴിവാക്കാം. കാര്യം എന്തെങ്കിലും തരത്തിലുള്ള ഒരു പ്രോബ്ലം നിങ്ങൾ ഓരോ മാസവും നിങ്ങളുടെ ബഡ്ജറ്റ് വേരിയൻസസിൽ കാണുവാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിൻ്റെ റീസൺ കണ്ടുപിടിക്കാം. എന്തുകൊണ്ടാണ് ഇത് വരാനുള്ള കാര്യം എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാം. ആ റീസൺസിനെ നമുക്ക് റെക്ടിഫൈ ചെയ്യാനുള്ള ചില മെത്തേഡുകൾ നമ്മൾ കൊണ്ടുവന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മളെ സംബന്ധിച്ച് ഈ പ്രശ്നത്തിനൊരു പരിഹാരമായി. അപ്പോൾ ഒരു ബഡ്ജറ്റ് പ്രിപ്പറേഷൻ ഏതൊരു ബിസിനസ്സിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആസ്പെക്റ്റാണ്. ആ ബഡ്ജറ്റിന് നിങ്ങൾ കൃത്യമായിട്ട് മോണിറ്റർ ചെയ്യണം. അനദർ വൺ ഈസ് ക്യാഷ് ഫ്ലോ. നമ്മളുടെ ബിസിനസ്സിൽ നമുക്ക് വരുന്ന ക്യാഷ് ഇൻഫ്ലോ ആൻഡ് ഔട്ട്ഫ്ലോ, അതിൽ ഓപ്പറേഷണൽ ക്യാഷ് ഫ്ലോ എന്താണെന്ന് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയാൽ നിങ്ങൾക്കറിയാം നിങ്ങളുടെ ബിസിനസ് ഏത് ഡയറക്ഷനിലാണ് പോകുന്നത്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് ക്യാഷ് ഫ്ലോ. പലപ്പോഴും നമ്മൾ കേട്ടിട്ടുള്ള ഉണ്ട്, ധാരാളമുണ്ട്. പക്ഷേ പല സമയങ്ങളിലും നമ്മൾ സാലറി കൊടുക്കുന്ന സമയമാകുമ്പോഴേക്കും ദെർ വാസ് എ ടൈറ്റ്, അല്ലെങ്കിൽ നമുക്കൊരു വെണ്ടർക്ക് പേയ്മെൻറ്റ് കൊടുക്കാൻ വേണ്ടി നമുക്കൊരു ബൾക്ക് പർച്ചേസ് നടക്കണമെങ്കിൽ ദെർ ഇസ് എ ക്യാഷ് ക്രഞ്ച്. ഇത് ഫേസ് ചെയ്യാത്ത ആളുകളുണ്ടോ ഇവിടെ? ഐ ഡോണ്ട് തിങ്ക് സോ. മെജോറിറ്റി ഓഫ് ദ പീപ്പിൾ സെൽഫ് ഫണ്ടഡ് ആയിട്ട് നടത്തുന്ന മിക്കവാറും ആളുകൾ ഫേസ് ചെയ്യാൻ സാധ്യതയുള്ള പ്രശ്നങ്ങളാണ് ഇതെല്ലാം. അപ്പോൾ ഇതിനെയൊക്കെ മാനേജ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ഒരു കൃത്യമായൊരു ക്യാഷ് ഫ്ലോ പ്രൊഡിക്ഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കിതിനെ മാനേജ് ചെയ്യാൻ പറ്റും. നിങ്ങൾ എത്ര ആളുകൾ സ്റ്റോക്ക് ശ്രദ്ധിക്കാറുണ്ട്? സ്റ്റോക്കിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ആസ്പെക്റ്റ് ഞാൻ പറയും. ഇപ്പോൾ നമ്മളൊരു പ്രോഡക്റ്റ് അല്ലെങ്കിൽ സർവീസസോ കൺസിഡർ ഇറ്റ് ഈസ് എ 20% മാർജിൻ. അപ്പോൾ ഒരു 50,000 രൂപയുടെ ഒരു പ്രോഡക്റ്റ് നമ്മൾ വിൽക്കുകയാണെന്നുണ്ടെങ്കിൽ 20% മാർജിൻ ആണെങ്കിൽ നമുക്ക് 10,000 റുപ്പീസ് അതിനകത്ത് കിട്ടും. 5 പ്രോഡക്റ്റ് വിൽക്കുമ്പോൾ നമുക്ക് 50,000 റുപ്പീസ് നമുക്ക് കിട്ടും. വെറും നിങ്ങളുടെ കയ്യിലിരിക്കുന്ന സ്റ്റോക്ക് ഒരു ഡെഡ് സ്റ്റോക്കായി മാറുവാണെങ്കിൽ, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സ്റ്റോക്കിൽ വരുന്ന എന്തെങ്കിലും ഡാമേജസ് which is going to straight away it is going to take away your that 50,000. ആ പ്രോഡക്റ്റ് കംപ്ലീറ്റ്ലി നിങ്ങൾക്ക് റൈറ്റ് ഓഫ് ചെയ്യുമോ അല്ലെങ്കിൽ അണ്ടർ വാല്യൂ ചെയ്യുമ്പോൾ വാട്ട് ഈസ് ഗോയിങ് ടു ഹാപ്പൻ? ഇറ്റ് ഈസ് ആക്ച്വലി അഫക്റ്റിംഗ് യുവർ ബോട്ടം ലൈൻ. നിങ്ങളുടെ എന്താണോ പ്രോഫിറ്റ്, റിയൽ നെറ്റ് പ്രോഫിറ്റ് എന്താണോ അതിൽ നിന്നാണ് ഈ 50,000 രൂപ കുറയുന്നത്. ഇറ്റ് ഈസ് നോട്ട് ഫ്രം യുവർ ടോപ്പ് ലൈൻ, ഇറ്റ് ഈസ് ഗോയിങ് ടു അഫക്റ്റ് യുവർ ബോട്ടം ലൈൻ. സോ അപ്പോൾ എന്ത് സംഭവിക്കും? നമ്മുടെ കയ്യിലുള്ള സ്റ്റോക്ക് പൈലപ്പ് ചെയ്യുന്ന സമയത്ത് ഓവർ എ പീരീഡ് ഓഫ് ടൈം നമുക്ക് ബിസിനസ്സിൽ നമുക്ക് പ്രോഫിറ്റബിലിറ്റി കാണാം, P&L നമുക്ക് പ്രോഫിറ്റബിലിറ്റി കാണാം. പക്ഷേ വെൻ ഇറ്റ് കംസ് ടു എ ബാലൻസ് ഷീറ്റ് we are done. So
ദീസ് ഓൾ ആർ ദ ഏരിയാസ്, എസ്പെഷ്യലി ഇൻ ടേംസ് ഓഫ് ഫിനാൻഷ്യൽ ഡിസിപ്ലിൻ എന്ന് പറയുമ്പോൾ ഇതെല്ലാം അതിനകത്ത് വരുന്ന കാര്യങ്ങളാണ്. അപ്പോൾ നിങ്ങൾ ബഡ്ജറ്റ് കൃത്യമായിട്ട് പ്രിപ്പയർ ചെയ്യുക, എക്സ്പെൻസസിനെ നിങ്ങൾക്ക് കൃത്യമായിട്ട് നോക്കുക, ഓരോ മാസവും അതിനെ നിങ്ങൾ കൃത്യമായിട്ട് അനലൈസ് ചെയ്യുക, ക്യാഷ് ഫ്ലോ നിങ്ങൾ നോക്കുക, സ്റ്റോക്ക് നിങ്ങൾ മാനേജ് ചെയ്യുക. ഇതൊക്കെ നിങ്ങൾ ചെയ്തു പോവുകയാണെങ്കിൽ ഒരു പരിധിവരെ നിങ്ങളുടെ കാര്യങ്ങൾ വളരെ ഭംഗിയായിട്ട് കൊണ്ടുപോകാൻ പറ്റും എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. മാത്രമല്ല, ദർ ഷുഡ് ബി സം സ്ട്രിക്റ്റ് ഇൻറ്റേർണൽ മെഷേഴ്സ്. എന്തെല്ലാം ബിസിനസ്സുകൾ നിങ്ങൾ ചെയ്യുന്നുണ്ടോ അതിനകത്ത് നിങ്ങൾ എല്ലാം ആസ് പെർ ദ കംപ്ലയൻസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ GST, ഇൻകം ടാക്സ് കൺസേൺസ് എല്ലാം, അല്ലെങ്കിൽ അതിൽ എന്തെല്ലാമാണ് റൂൾസ് പറയുന്നത് അതിനെ ബേസ് ചെയ്ത് നിങ്ങൾ കാര്യങ്ങൾ ചെയ്യാം. ഇല്ലാന്നുണ്ടെങ്കിൽ മേ ബി ആഫ്റ്റർ 3 year 4 year യു നോ ദാറ്റ് ഇൻകം ടാക്സ് അസസ്മെൻറ്റ്സ് എല്ലാം വരുന്നത് 4 വർഷം 5 വർഷവും 6 വർഷമൊക്കെ കഴിയുമ്പോഴാണ്. സോ ആ സമയത്ത് നമ്മളൊരു ഹ്യൂജ് പെനാലിറ്റിയിലേക്ക് പോയി വലിയൊരു ബർഡനിലേക്ക് വരുന്നതിന് പകരം ഇഫ് യു ആർ കംപ്ലൈങ് വിത്ത് എവറിത്തിങ്, ദാറ്റ് ഈസ് എ ഫാന്റാസ്റ്റിക് തിങ് വിച്ച് യു ക്യാൻ ഡു അറ്റ് പ്രസൻറ്റ്. അതേപോലെ തന്നെ സാലറിയുടെ കാര്യം പറഞ്ഞു. അതായത് എക്സ്പെൻസസിൽ ഒരു ഇമ്പോർട്ടൻ്റ് എലമെൻ്റാണ് സാലറീസ്. സ്വന്തം ബിസിനസ്സാണെന്ന് വിചാരിച്ച് നമുക്ക് ഒരുപാട് പൈസകൾ എടുത്തുകൊണ്ട് പോകുന്ന, എസ്പെഷ്യലി അത് പ്രൈവറ്റ് ലിമിറ്റഡ് ആയിക്കോട്ടെ പാർട്ട്ണർഷിപ്പ് ആയിക്കോട്ടെ, നമുക്ക് ഒരുപാട് പൈസകൾ പലതരത്തിൽ എടുത്തുകൊണ്ട് പോകുന്നതിന് പകരം ഇഫ് യു ആർ സ്ട്രക്ചറിങ് ഇറ്റ് ഇൻ എ പ്രോപ്പർ വേ, ഇറ്റ് ഈസ് ബെസ്റ്റ്. ഇപ്പോൾ ഞങ്ങളുടെ ഓർഗനൈസേഷനിൽ നടക്കുന്നത്, ഞാനാണെങ്കിലും ജോയ് ആണെങ്കിലും ഞങ്ങളുടെ അതർ ഡയറക്ടർ ആണെന്നുണ്ടെങ്കിലും ഇവരൊക്കെ നമ്മുടെ ടീം മെമ്പേഴ്സിന് എങ്ങനെയാണോ നമ്മൾക്ക് സാലറിയും എക്സ്പെൻസസ് പ്രോസസ്സ് ചെയ്യുന്നത്, ദ സെയിം പാറ്റേണിലാണ് ഞങ്ങളുടെ കാര്യങ്ങൾ നടക്കുന്നത്. ഇൻക്ലൂഡിങ് ഒരു എക്സ്പെൻസ് ക്ലെയിം ചെയ്യണമെങ്കിൽ വി നീഡ് ടു സബ്മിറ്റ് അതിൻ്റെ ബില്ലോ സപ്പോർട്ടിംഗ് ഡോക്യുമെൻറ്റോ നിങ്ങൾ സബ്മിറ്റ് ചെയ്യണം. സോ ഇതേപോലെയാണ് ഞങ്ങളുടെ ഓർഗനൈസേഷനിൽ നമ്മൾ ഫിനാൻസ് ആസ്പെക്ട് കൈകാര്യം ചെയ്യുന്നത്. ദ അനദർ, ഞാൻ പറയും ഒരു ഓർഗനൈസേഷൻ്റെ നെടും തൂണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ HR ആണ്. അതിനൊരു റീസൺ ഉണ്ട്. നമ്മുടെയൊക്കെ ഈ പ്ലാന്റ് ആൻഡ് മിഷനറീസ് മാറ്റി നിർത്തി കഴിഞ്ഞാൽ ഇന്നുള്ള മിക്കവാറും ബിസിനസ്സിൽ ദർ ഇസ് എ ഹ്യൂമൻ റിസോഴ്സ് ഇൻവോൾവ്, ഹ്യൂമൻ ക്യാപിറ്റൽ ഇൻവോൾവ്. സോ വാട്ട് ഈസ് എ ഡിഫറൻസ്? ഹ്യൂമൻസ് ദേ ആർ ഹൈലി ഇമോഷണൽ, റൈറ്റ്? അവരുടെ ഇമോഷൻസാണ് അവരുടെ ജോലിയിലും റിഫ്ലക്റ്റ് ചെയ്യും. അവർ നല്ല മൂഡിലല്ലെങ്കിൽ തീർച്ചയായിട്ടും അവരുടെ റിസൾട്ടും വളരെ മോശമായിരിക്കും. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് നമ്മൾ നോക്കേണ്ട ഒരു കാര്യം, നമ്മുടെ കൂടെയുള്ള ആളുകളുടെ ഹാപ്പിനെസ് അല്ലെങ്കിൽ അവരുടെ വെൽബീയിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഞങ്ങളൊരു എക്സാമ്പിൾ പറയാം. ഞങ്ങൾ ഒരു 10-100 ആളുകൾ, കാര്യം ഞങ്ങളൊക്കെ സർവീസ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്ന ആളുകളാണ്. അപ്പോൾ നമുക്ക് ഇങ്ങനെയുള്ള HR ഫംഗ്ഷൻസിനെ കുറിച്ചോ അല്ലെങ്കിൽ HR മാനേജ്മെൻറ്റിനെ കുറിച്ചോ ഒന്നും കാര്യമായ ധാരണകൾ ഉണ്ടായിരുന്നില്ല. ഒരു 100 ആളുകളൊക്കെ കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾ പതിയൊരു HR ഡിപ്പാർട്ട്മെൻറ്റൊക്കെ സെറ്റപ്പ് ചെയ്ത് അതിലേക്കൊക്കെ വരുന്നത്. അപ്പോൾ അതിലേക്ക് വരാനുള്ള റീസണുമുണ്ട്. ഞങ്ങൾ കുറേ ആളുകൾക്ക് ട്രെയിനിങ് കൊടുക്കുന്നു, അവർ കുറച്ച് നാൾ ഞങ്ങളുടെ കൂടെ നിൽക്കുന്നു, ദെൻ അവർ വിട്ട് വേറെ ഒന്നുമില്ലെങ്കിൽ കോമ്പറ്റീഷൻ്റെ അടുത്ത് പോകും, അല്ലാന്നുണ്ടെങ്കിൽ അവർ ഒരു സ്വന്തമായിട്ടൊരു ബിസിനസ് തുടങ്ങും. അപ്പോൾ വളരെ ഈ പീപ്പിൾ ടേൺ അറൗണ്ട് വളരെ കൂടുതലായിരുന്നു. എന്നാൽ ഞങ്ങളുടെ സാലറി ഒന്നും അത്ര, അല്ലെങ്കിൽ ഞങ്ങൾ കൊടുക്കുന്ന സാലറി ഒന്നും അത്ര മോശമായിരുന്നില്ല. ഇറ്റ് ഈസ് ആസ് പെർ ഇൻഡസ്ട്രി സ്റ്റാൻഡേർഡ്സ് അനുസരിച്ച് മിക്കവാറും ഞങ്ങളുടെ കോമ്പറ്റീഷനൊക്കെ ആയിട്ട് വെച്ച് നോക്കിയാൽ ഓൾമോസ്റ്റ് വി ആർ ഓൾസോ ഗിവിങ് ദ സിമിലർ കൈൻഡ് ഓഫ് പാക്കേജ്. പക്ഷേ ഇവൻച്വലി നമ്മൾ മനസ്സിലാക്കിയ ഒരു കാര്യം, ആളുകൾക്ക് സാലറി മാത്രമല്ല ഒരു ക്രൈറ്റീരിയ. സാലറി ഈസ് ഓഫ് കോഴ്സ്, സാലറി ഈസ് എ ഇമ്പോർട്ടൻറ്റ് ക്രൈറ്റീരിയ. പക്ഷേ അതിനേക്കാൾ ഉപരിയായിട്ട് അവർക്ക് സ്വന്തമായിട്ട് തീരുമാനങ്ങൾ എടുക്കാനുള്ള ഒരു അവസരം നമ്മൾ കൊടുക്കുന്നുണ്ടോ, അവരെ കാര്യങ്ങൾ ഏൽപ്പിച്ചു കൊടുക്കുന്നുണ്ടോ, അവരുടെ കരിയർ പ്രോഗ്രഷൻ നമുക്ക് കാണിക്കാൻ പറ്റുന്നുണ്ടോ, അല്ലെങ്കിൽ കരിയർ പ്രോഗ്രഷൻ കാണിക്കാനുള്ള ഓപ്പർച്യൂണിറ്റി നമ്മുടെ ഓർഗനൈസേഷനിലുണ്ടോ, ഇതെല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതേപോലെ സിമിലർലി അവരുടെ എൻഗേജ്മെൻറ്റ് ആക്ടിവിറ്റീസ്, അവർക്ക് പുതിയ കാര്യങ്ങൾ പഠിക്കാനും പുതിയ കാര്യങ്ങൾ കാണാനും നല്ലൊരു വർക്ക് കൾച്ചർ ഉണ്ടാക്കാനായിട്ട് നമ്മളെ സംബന്ധിച്ച് സാധിക്കുന്നുണ്ടോ, ഇതെല്ലാം ഒരു HR ഡിപ്പാർട്ട്മെൻറ്റിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ടുന്നതാണ്. ഇന്ന് നമ്മളോട് ചോദിച്ചു കഴിഞ്ഞാൽ, ഇന്ന് നമ്മൾ 1200 മുകളിൽ ആളുകൾ പല സ്ഥലങ്ങളിലായിട്ട് പല ഭാഷ സംസാരിക്കുന്ന പല കൾച്ചറിലുള്ള പല ജോഗ്രഫീസിൽ ആളുകൾ വർക്ക് ചെയ്യുന്നുണ്ട്. ഇന്ന് നമ്മളോട് ചോദിച്ചാൽ വാട്ട് ഈസ് ദ ആവറേജ് പ്രൊഡക്ടിവിറ്റി ഓഫ് അവർ ടീം മെമ്പർ എന്ന് ചോദിച്ചാൽ വി ഹാവ് സം സ്പെസിഫിക് നമ്പർ. ഓരോ ആളുകളുടെയും എഫിഷ്യൻസിയും നമുക്ക് മെഷർ ചെയ്യാനുള്ള ചില സ്പെസിഫിക് ടൂൾസ് ഉണ്ട് നമുക്ക് അതിലൂടെ തന്നെ. കാര്യം അതെല്ലാം ഉണ്ടായിട്ടുള്ളത് നമ്മുടെ HR ഡിപ്പാർട്ട്മെൻറ്റ് അല്ലെങ്കിൽ HR ഫംഗ്ഷൻസിൻ്റെ ഭാഗമായിട്ട് ഉണ്ടായിട്ടുള്ളതാണ്. അപ്പോൾ അതിനകത്ത് തന്നെ 2-3 എലമെൻറ്റുകളുണ്ട്. ഒന്ന് ജോബ് റോൾ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്, മറ്റൊന്ന് അവരുടെ സോഫ്റ്റ് സ്കില്ലുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളുണ്ട്. ജോബ് റോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്താണോ അവർക്ക് ചെയ്യേണ്ട കാര്യം. ഇപ്പോൾ അക്കൗണ്ടൻ്റ് ആണെങ്കിൽ ഹീ നീഡ് ടു പെർഫോം ദ അക്കൗണ്ടിങ് ആക്ടിവിറ്റീസ്. ഇഫ് ഇസ് എ സർവീസ് എഞ്ചിനീയർ ഹീ നീഡ് ടു പെർഫോം ദ എക്യുപ്മെൻറ്റ് മെയിൻ്റനൻസ് ആൻഡ് സർവീസസ്. സിമിലർലി വാട്ട് എവർ ടാസ്ക്. അപ്പോൾ ഇതെല്ലാം ഭംഗിയായിട്ട് അതാണ് ജോബ് റോൾ എന്ന് പറയുക. പക്ഷേ വേർ ഇൻ ദ അതർ പാർട്ട്, ദാറ്റ് മീൻ ദെയർ വാല്യൂ സിസ്റ്റംസ്, ദാറ്റ് ഈസ് റിയലി ഇമ്പോർട്ടൻറ്റ്. നിങ്ങളെ നമ്മൾ പ്രൊമോട്ട് ചെയ്യുകയാണ്. നമ്മൾ പ്രൊമോട്ട് ചെയ്ത് കഴിയുമ്പോൾ ചില സമയങ്ങളിൽ നമുക്ക് കാണാൻ പറ്റും അയാളുടെ പെർഫോമൻസ് താഴേക്ക് പോകും, അയാളുടെ ടീം മാനേജ് ചെയ്യുന്ന ഓവറോൾ പെർഫോമൻസ് താഴേക്ക് പോകുന്നത് നമുക്ക് കാണാൻ പറ്റാറുണ്ട്. അതിൻ്റെ ഒരു റീസൺ
നമ്മൾ പ്രൊമോട്ട് ചെയ്യുന്ന അയാൾ നമ്മുടെ കൂടെ ഒരുപാട് നാൾ വർക്ക് ചെയ്ത് നമ്മുടെ ബിസിനസ് കംപ്ലീറ്റ്ലി അറിയാവുന്ന ആളായിരിക്കും. പക്ഷേ അയാളെ നമ്മൾ പ്രൊമോട്ട് ചെയ്യുമ്പോൾ പലപ്പോഴും അയാളുടെ പെർഫോമൻസ് താഴേക്ക് പോകും, അല്ലെങ്കിൽ അയാളെ മാനേജ് ചെയ്യുന്ന എൻ്റെ ടീമിൻ്റെ പെർഫോമൻസ് ചിലപ്പോൾ താഴേക്ക് പോകാം. ഞാൻ നിങ്ങളോടൊരു എക്സാമ്പിൾ ഇതിന് പറയാൻ പറ്റുന്നത്, സച്ചിൻ ടെണ്ടുൽക്കറെ നമുക്കറിയാം. അദ്ദേഹം വളരെ നല്ലൊരു ക്രിക്കറ്ററാണ്. പക്ഷേ അദ്ദേഹം ക്യാപ്റ്റനായ സമയത്ത് അദ്ദേഹത്തിൻ്റെ പെർഫോമൻസും അദ്ദേഹം ഇൻഡിവിജ്വലി ചെയ്തപ്പോൾ ഉള്ള പെർഫോമൻസും നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഹൗ മെനി ഓഫ് യു എഗ്രി ദാറ്റ് സച്ചിൻ ടെണ്ടുൽക്കർ വാസ് എ ഗ്രേറ്റ് ക്യാപ്റ്റൻ? ഐ തിങ്ക് നോട്ട് മച്ച്. വേറെ ധോണി വാസ് എ ഗ്രേറ്റ് ക്യാപ്റ്റൻ. പലരും പറയുന്നത് ധോണീനെ ആയിരിക്കും. അതിന് റീസൺ ആസ് എ ഇൻഡിവിജ്വൽ ഹീ ഈസ് എ വെരി ഗുഡ്. പക്ഷേ വെൻ ഇറ്റ്സ് കംസ് ടു എ ടീം മാനേജ്മെൻറ്റ്, അത് നമ്മുടെ ഇൻറ്റേർണൽ ടീമിനകത്തും സംഭവിക്കുന്ന കാര്യങ്ങളാണ്. നമ്മളുടെ കൂട്ടത്തിലുള്ള ഒരാൾ ഇൻഡിവിജ്വലി മേ ബി ഹീ ഈസ് വെരി ഗുഡ്, പക്ഷേ വെൻ ഇറ്റ്സ് കംസ് ടു എ ടീം മാനേജ്മെൻറ്റ് ഹീ മേ നോട്ട് പെർഫോം because he don't have that kind of capability and quality to drive a team. അപ്പോൾ ഇതറിയാതെ നമ്മൾ അവർക്ക് ഡെലിഗേറ്റ് ചെയ്താൽ, നമ്മളിവിടെ പറയുന്നൊരു വർക്കാണ് ഡെലിഗേഷൻ. സോ നമ്മൾ ആളുകളെ അറിയാതെ നമ്മൾ കാര്യങ്ങൾ ഡെലിഗേറ്റ് ചെയ്യാൻ ദിസ് ഈസ് ഗോയിങ് ടു റിയലി അഫക്റ്റ് യുവർ ബിസിനസ്. സോ എങ്ങനെ നമ്മൾ ആളുകളെ കൃത്യമായിട്ട് ഡെലിഗേറ്റബിൾ ആയിട്ടുള്ള ആളുകളെ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം എന്നതൊക്കെ വേണമെന്നുണ്ടെങ്കിൽ യു ഷുഡ് ഹാവ് എ വെരി ഗുഡ് ക്ലിയർ HR process. സോ HR സിസ്റ്റംസ് ആൻഡ് പ്രോസസ് ആർ റിയലി ഇമ്പോർട്ടൻറ്റ് ഫോർ എ ഓർഗനൈസേഷൻ. അങ്ങനെ നമ്മളൊരു കൃത്യമായിട്ടുള്ളൊരു ഹൈറാർക്കിയും നമ്മൾ അതിനുള്ള ബെഞ്ച് മാർക്കുകളും എല്ലാം സെറ്റ് ചെയ്യുമ്പോൾ കൃത്യമായ KPIയും KRIസും നമ്മൾ സെറ്റ് ചെയ്യുകയാണെങ്കിൽ, അത് നമ്മൾ കൃത്യമായിട്ട് മെഷർ ചെയ്യുകയാണെങ്കിൽ, അതിനെ അവർക്ക് കൃത്യമായിട്ടുള്ള അതിനെ മെഷർ ചെയ്തിട്ട് അതിൻ്റെ ഫീഡ്ബാക്കുകൾ അവർക്ക് കൊടുക്കുകയാണെങ്കിൽ, അതിൽ ആരെയൊക്കെ നമുക്ക് ട്രെയിനിങ്ങിന് വിടാം, ആരെയൊക്കെ നമുക്ക് പ്രൊമോട്ട് ചെയ്യാം, ആരെയൊക്കെ നമുക്ക് പുതിയ കാര്യങ്ങൾ ഡെലിഗേറ്റ് ചെയ്യിക്കാം, ഇതെല്ലാം നമ്മൾ കൃത്യമായിട്ട് നമുക്ക് അതിൻ്റെ പാറ്റേണും കാര്യങ്ങളും ഉണ്ടെന്നുണ്ടെങ്കിൽ ഐ ആം ഡാം ഷുവർ നിങ്ങളുടെ ഓർഗനൈസേഷൻ, ബിക്കോസ് പീപ്പിൾ ആർ ദ കീ. Without people, very difficult to take one organization to the another level. So ആ ആളുകളുടെ എംപവർമെൻറ്റും അവരുടെ ദാറ്റ് മീൻ അവരുടെ ഹോൾ ഹാർട്ടഡ് സപ്പോർട്ട് അല്ലെങ്കിൽ അവരുടെ കംപ്ലീറ്റ് മെൻ്റൽ ഇൻവോൾവ്മെൻറ്റ് ഇൻ ബിസിനസ് ഈസ് റിയലി ഇമ്പോർട്ടൻറ്റ് ഫോർ എ ഗ്രോത്ത്. സോ നിങ്ങൾ ഒരാളാണെങ്കിലും നിങ്ങളുടെ കൂടെ, ഞാനിപ്പോൾ പലരും കൈപൊക്കിയത് കണ്ടായിരുന്നു, ഒരു ടീം മെമ്പർ ആണെങ്കിലും ശരി, നിങ്ങൾക്ക് 1000 ആളുകളാണെങ്കിലും ശരി, 10,000 ആളുകളാണെങ്കിലും ശരി, യു ഷുഡ് ഹാവ് സം റോബസ്റ്റ് HR പ്രാക്ടീസസ് ആൻഡ് HR പോളിസീസ്. അപ്പോൾ അവർക്കുള്ള എല്ലാ ബെനിഫിറ്റ്സുകളും നമുക്ക് അതിനകത്ത് കൊണ്ടുവരാൻ നമ്മളെ കൊണ്ട് പറ്റണം. ഇതെല്ലാം പോസിബിളാണ്. ഞാൻ ആദ്യമേ നിങ്ങളോട് പറഞ്ഞു 10,000 രൂപ മുതൽ മുടക്കിയാണ് ഞങ്ങൾ ഈ ഓർഗനൈസേഷൻ തുടങ്ങിയത്. അപ്പോൾ അതിൻ്റെ ആ ജേണിയിൽ ഉണ്ടായ എക്സ്പീരിയൻസ് ഒരുപക്ഷെ നിങ്ങൾക്കും ഇതെല്ലാം, നിങ്ങളും പലരും അതിനേക്കാൾ മുകളിലെത്തിയവരുണ്ടാവും, ചിലർ തുടങ്ങിയവരുണ്ടാവും. പക്ഷേ ഇതിൽ പല കാര്യങ്ങളും ഒരുപക്ഷെ നിങ്ങൾക്ക് ആപ്ലിക്കബിളാണ്. കോർ ടീമിൻ്റെ കാര്യം, ഇവിടെ കോർ ടീമിനെ കുറിച്ച് ഒരുപാട് ഡിസ്കഷൻസ് നടക്കുന്നതാണ്. കോർ ടീം ഈസ് റിയലി ഇമ്പോർട്ടൻറ്റ്. വെൻ യു ആർ ഗോയിങ് ടു സെലക്ട് എ കോർ ടീം, അല്ലെങ്കിൽ ഒരു കോർ ടീം മെമ്പറെ ഐഡൻറ്റിഫൈ ചെയ്യുമ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ ചില ഫാക്ടർ ഇമ്പോർട്ടൻ്റ് ആണ്. ആരെയായിരിക്കണം നിങ്ങൾ കോർ ടീമിലേക്ക് കൊണ്ടുവരേണ്ടത്? അതിനകത്ത് ഒരു പ്രധാനപ്പെട്ട എലമെൻ്റാണ് അവരുടെ വാല്യൂ സിസ്റ്റംസ്. ആ ടീം മെമ്പറുടെ വാല്യൂ സിസ്റ്റംസ് ആർ റിയലി ഇമ്പോർട്ടൻറ്റ് ദാൻ അവർ ഹിസ് ജോബ് റോൾ. പക്ഷേ സ്റ്റിൽ ദർ ഇസ് എ ഫ്രെയിം വർക്ക്. ഒരാൾ വളരെ നല്ല ജോബ് റോളും അതേപോലെ അയാളുടെ വാല്യൂ സിസ്റ്റംസും വളരെ നല്ലതാണെങ്കിൽ ആ വാല്യൂ സിസ്റ്റംസ് നിങ്ങൾക്ക് കൃത്യമായിട്ട് മെഷർ ചെയ്യാനും അയാളത് കണ്ടിന്യൂസ് ആയിട്ട് അത് ഡെമോൺസ്ട്രേറ്റ് ചെയ്യുകയും ചെയ്യുന്ന ആളാണെങ്കിൽ അങ്ങനെയുള്ള ആളുകളെ ആയിരിക്കും നമ്മൾ കോർ ടീമിലേക്ക് കൊണ്ടുവരേണ്ടത്. അങ്ങനെ നല്ലൊരു കോർ ടീമിനെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റിക്കഴിഞ്ഞാൽ പല കാര്യങ്ങളും നമുക്ക് എളുപ്പമാണ്. അപ്പോൾ ഒരു കോർ ടീം ഫോർമേഷൻ ആൻഡ് ഈച്ച് ലെയർ ഒരു മാനേജർ ഉണ്ടെങ്കിൽ അയാൾക്കൊരു സെക്കൻഡ് ലൈനും നമുക്ക് സൃഷ്ടിക്കണം. എന്നാൽ മാത്രമാണ് നമുക്കൊരു സസ്റ്റൈനബിൾ ആയിട്ടുള്ളൊരു ബിസിനസ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഒരു സസ്റ്റൈനബിലിറ്റി ഇൻ ബിസിനസ് ഈസ് റിയലി ഇമ്പോർട്ടൻറ്റ്. സോ ഇതൊക്കെ ചെയ്യുമ്പോൾ ഐ ഹേർഡ് ദ ഫസ്റ്റ് സ്ലൈഡ് ഇറ്റ് സെൽഫ് ദർ ഇസ് എ ക്വാളിറ്റി. എവരിബഡി ഈസ് സെയിങ് ക്വാളിറ്റി. സോ ക്വാളിറ്റി എന്ന് പറയുന്നത് നമുക്ക് പെട്ടെന്ന് കാണാൻ പറ്റുന്നതല്ല. ക്വാളിറ്റി നമുക്ക്, പക്ഷേ എന്നാൽ നമുക്ക് ക്വാളിറ്റി ഇമ്പോർട്ടൻ്റ് ആണ് താനും. ക്വാളിറ്റി നമുക്ക് മെഷർ ചെയ്യാൻ പറ്റണം. അപ്പോൾ മാത്രമാണ് നമ്മുടെ ക്വാളിറ്റിയുടെ ലെവൽ നമുക്കറിയാൻ പറ്റുള്ളൂ. ആ ക്വാളിറ്റിയെ മെഷർ ചെയ്യണമെങ്കിൽ വി നീഡ് സോളിഡ് SOPs, സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയേഴ്സ്. അത് പ്രോഡക്റ്റിലോ സർവീസിലോ മാത്രമല്ല, നമ്മുടെ ഓരോ പ്രോസസ്സിലും നമുക്ക് ഈ ക്വാളിറ്റി ഉണ്ടാവണം. അതിനെന്ത് വേണം? നമ്മൾ ചെയ്യുന്ന ഓരോ പ്രോസസ്സിനും നമുക്ക് കൃത്യമായിട്ട് ഡോക്യുമെൻ്റ് ചെയ്യാൻ പറ്റണം. അതിനെ നമ്മൾ പീരിയോഡിക്കലായിട്ട് നമ്മൾ റിവ്യൂ ചെയ്യണം. റിവ്യൂ ചെയ്തിട്ട് ഇന്നത്തെ കാലഘട്ടത്തിനനുസരിച്ചാണ് നമ്മുടെ SOP എന്ന് നോക്കുക. SOP അല്ലാന്നുണ്ടെങ്കിൽ ചേഞ്ച് ഇറ്റ്, കറക്റ്റ് ഇറ്റ്, ബട്ട് ക്രിയേറ്റ് SOPs. ആ SOPസിനെ ബേസ് ചെയ്തിട്ട് നിങ്ങൾ മെഷർ ചെയ്യുവാണെങ്കിൽ, കാര്യം നിങ്ങൾ ഓരോ കാര്യങ്ങളും നിങ്ങളുടെ അവിടെ ഉള്ള ഓരോ കാര്യങ്ങളും നിങ്ങൾ കൃത്യമായിട്ട് എഴുതിയുണ്ടാക്കി, ആ എഴുതിയുണ്ടാക്കിയ കാര്യങ്ങളെ നിങ്ങൾ എവറി ടൈം, അതൊരു പ്രോഡക്റ്റ് ആയിക്കോട്ടെ സർവീസ് ആയിക്കോട്ടെ, നിങ്ങൾ മെഷർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം വെർ ഈസ് യുവർ ക്വാളിറ്റി, നിങ്ങളുടെ ക്വാളിറ്റിയുടെ ലെവൽ എന്താണെന്ന് നിങ്ങൾക്ക് അറിയാൻ പറ്റും. അപ്പോൾ അതിന് നമ്മൾ ഗ്രാജുവലി ഇമ്പ്രൂവ് ചെയ്യാൻ ശ്രമിക്കുക. അതിപ്പോൾ ഒരു പ്രൊഡക്ഷനിലായിക്കോട്ടെ, ഒരു സർവീസിലായിക്കോട്ടെ. സർവീസിലാണെങ്കിൽ ഒരാൾ പോയി സർവീസ് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ സമയത്ത് കസ്റ്റമറിൻ്റെ അടുത്ത് എത്തിയോ?
അതിനുശേഷം അയാൾ സർവീസ് റിപ്പോർട്ട് കൃത്യമായിട്ട് ഫില്ല് ചെയ്തിട്ടുണ്ടോ, ആ ഫില്ല് ചെയ്തതിന് കൃത്യമായിട്ട് ഓൺലൈനിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടോ, ഈ അപ്ലോഡ് ചെയ്തിരിക്കുന്ന എത്ര സമയം കൊണ്ട് ചെയ്തിട്ടുണ്ട്, അയാൾ അതിനകത്ത് എഴുതിയിരിക്കുന്ന കാര്യങ്ങൾ കൃത്യമാണോ, ഇതിനെല്ലാം ശേഷം ആ കസ്റ്റമർ ഹാപ്പിയാണോ നമ്മൾ വിളിച്ചു ചോദിക്കുമ്പോൾ അവരുടെ ഫീഡ്ബാക്ക്, ഇതെല്ലാം ഒരു പ്രോസസ്സാണ്. യു റൈറ്റ് ഇറ്റ് ഇൻ ആസ് SOP. ഈ SOP നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ ഇത് ഏതെങ്കിലും ഒരു സ്റ്റെപ്പിൽ ഉണ്ടാകുന്ന ചേഞ്ചസ് നിങ്ങൾക്ക് മനസ്സിലാവും. ദാറ്റ് ഈസ് ഗോയിങ് ടു അഫക്റ്റ് യുവർ ക്വാളിറ്റി. അപ്പോൾ ക്വാളിറ്റി ഈസ് റിയലി ഇമ്പോർട്ടൻറ്റ്. അത് നിങ്ങൾ പീരിയോഡിക്കലായിട്ട് നോക്കണം. അതിന് വേണ്ടി നമുക്കൊരു ഇൻറ്റേർണൽ ഓഡിറ്റ് സിസ്റ്റംസ് കൊണ്ടുവരാൻ പറ്റിയാൽ, നോട്ട് ഓൺലി ഇൻ അക്കൗണ്ട്സ് ആൻഡ് ഫിനാൻസ്, ഈച്ച് ഏരിയ, ഇൻ HR ഫംഗ്ഷൻ ആയിക്കോട്ടെ, അത് പർച്ചേസ് ആയിക്കോട്ടെ, വെയർഹൗസ് ആയിക്കോട്ടെ, നമ്മുടെ റിയൽ സെയിൽസ് ആൻഡ് സർവീസ് ഏരിയ ആയിക്കോട്ടെ, എവരിവെയർ, ഈവൻ മാർക്കറ്റിങ്ങിലായിക്കോട്ടെ, ട്രൈ ടു ക്രിയേറ്റ് SOPs ആൻഡ് മോണിറ്റർ ഇറ്റ് പീരിയോഡിക്കലി. അത് ഡെഫിനറ്റ്ലി നമ്മുടെ ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യും. സോ ക്വാളിറ്റി ഈസ് റിയലി ഇമ്പോർട്ടൻറ്റ് ഫോർ എനി ബിസിനസ്. Then whatever we are doing, try to make it automated. അപ്പം നമ്മൾ മാനുവലി ചെയ്യുന്ന പല കാര്യങ്ങളും നമുക്ക് ഓട്ടോമേറ്റ് ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ എഫിഷ്യൻസി കൂടും. നമ്മൾക്ക് ഡേറ്റേനെ മാനേജ് ചെയ്യാനായിട്ട് നമുക്ക് ഒരുപാട് ചലഞ്ചസ് ഉണ്ട്. അപ്പോൾ ഡേറ്റ ഒരുപാട് വന്നു കഴിയുമ്പോൾ നമുക്ക് ഈ ഡേറ്റ എല്ലാം റീകോൾ ചെയ്ത് അതിനെ റിപ്പോർട്ടാക്കാനും ആ റിപ്പോർട്ടിനെ റിവ്യൂ ചെയ്യാനും എല്ലാം വളരെ ബുദ്ധിമുട്ടാണ്. പക്ഷേ വേറെ ഇഫ് യു ആർ ഇംപ്ലിമെൻറ്റിംഗ് സർട്ടൻ ഓട്ടോമേറ്റഡ് സിസ്റ്റംസ്, ഇറ്റ് വിൽ ഹെൽപ്പ്. സോ വേറെവർ പോസിബിൾ, അത് നിങ്ങൾക്ക് പർച്ചേസിലാവാം, അക്കൗണ്ട്സിലാവാം, ERPs ഇപ്പം ടാലി എല്ലാം ഉണ്ട്. ടാലിനെ നിങ്ങൾക്ക് ഓട്ടോമേറ്റ് ചെയ്യാം. അതിൽ നിങ്ങൾക്കൊരു MIS, ദാറ്റ് മീൻ മാനേജ്മെൻറ്റ് ഇൻഫർമേഷൻ സിസ്റ്റംസ് പ്രൊഡ്യൂസ് ചെയ്യാവുന്ന തരത്തിലുള്ള രീതിയിലേക്ക് നിങ്ങൾക്ക് തന്നെ കസ്റ്റമൈസ് ചെയ്യാം. HR വേണ്ടി നമുക്ക് സോഫ്റ്റ്വെയർ ഇംപ്ലിമെൻറ്റ് ചെയ്യാം. നമ്മുടെ സർവീസ്, പ്രൊഡക്ഷൻ, എവിടെ വേണമെങ്കിൽ നമുക്ക് ആ സോഫ്റ്റ്വെയറിനെ എല്ലാം നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്തൊരു മാനേജ്മെൻറ്റ് ഇൻഫർമേഷൻ സിസ്റ്റം കൊണ്ടുവരുവാണെങ്കിൽ എവിടെ നിന്നാണെങ്കിലും നിങ്ങൾക്ക് നിങ്ങളുടെ ബിസിനസ് എങ്ങനെ നടന്നു പോകുന്നത് കൃത്യമായിട്ട് അറിയാൻ പറ്റും. നിങ്ങൾക്ക് ഒരിക്കലും ബിസിനസ്സിൻ്റെ അകത്ത് കയറി ഇരിക്കണമെന്നില്ല, അല്ലെങ്കിൽ ആ ക്യാബിനിൽ ഇരിക്കണമെന്നില്ല. വേറെവർ യു ആർ, യു ക്യാൻ അണ്ടർസ്റ്റാൻഡ് ഹൗ ബിസിനസ് ഈസ് മൂവിങ്. അപ്പോൾ ഇന്നത്തെ കളക്ഷൻ എന്താണ്, ഇന്നത്തെ ഔട്ട്ഫ്ലോ എന്താണ്, ഇന്ന് എത്ര ബിസിനസ് നടത്തി, എത്ര ആളുകൾ ഇന്ന് വർക്കിംഗ് ആണ്, every detail you can get it through the online, that means such kind of dashboard. So automation process is really important. So ഇങ്ങനെയൊക്കെ ചെയ്യുവാണെങ്കിൽ, ഇതേപോലെ ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഒരാൾക്ക് വരാനും പോകാനും, ഒരു ഇൻവെസ്റ്റർക്ക് ഈസിലി വരാനും ഈസിലി പോകാനും എളുപ്പമുള്ളൊരു സ്ട്രക്ചറാണ്. അവിടെ ട്രാൻസ്പെറൻസി ഉണ്ട്, ലോങ് ടൈം പ്ലാൻ ഉണ്ട്. ഒരു 5 വർഷം 10 വർഷം കഴിയുമ്പോൾ ഈ ബിസിനസ് എവിടെ എത്തും, അത് എവറി ഇയർ ഓൺ ഇയർ 30-40% ഗ്രോ ചെയ്യുന്ന ഒരു ബിസിനസ്സാണ്. അതിനകത്ത് നല്ല അക്കൗണ്ടിങ് ആൻഡ് ഫിനാൻസ് പ്രാക്ടീസസ് ഉണ്ട്, നല്ല HR പ്രാക്ടീസസ് ഉണ്ട്, അതേപോലെ നല്ല SOPs ഉണ്ട്. അവിടെ ബിസിനസ് ഓണർ, അതായത് ഫൗണ്ടർ ഇല്ലെങ്കിലും ആ ബിസിനസ് നടക്കും എന്നുള്ള ഒരു സ്ട്രക്ചർ ഉണ്ടോ? അങ്ങനെയുള്ളൊരു ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ ഒരുപാട് ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ലാസ്റ്റ് ഇയർ വി ഗോട്ട് എ ഇൻവെസ്റ്റ്മെൻറ്റ് ഓഫ് 140 crores ഫ്രം എ പ്രൈവറ്റ് ഇക്വിറ്റി organization. This is where I said how this 30,000 rupees became 500 crore valued organization. We liquidated our 30% stake and got a funding of 140 crores. So ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഒരു ബിസിനസ് പ്രോഫിറ്റ് മോട്ടീവ് മാത്രം ആവരുത്, അതിനകത്തൊരു സോഷ്യൽ എലമെൻറ്റും കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് സൊസൈറ്റിയിലുള്ള ഇമ്പാക്റ്റ് വളരെ ഡിഫറെൻ്റ് ആണ്. നമ്മൾ ഒരു ബിസിനസ് ഓണറെ സംബന്ധിച്ച് വി ആർ കൺസ്യൂമിങ് ലോട്ട് ഓഫ് തിങ്സ് ഫ്രം ദ സൊസൈറ്റി. നമ്മൾ വാട്ടർ എടുക്കുന്നുണ്ടാവും, മാൻ പവറിന് എടുക്കുന്നുണ്ടാവും, എയർ, ലോട്ട് ഓഫ് തിങ്സ്. നമ്മുടെ സൊസൈറ്റിയിലുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട് ഒരു ബിസിനസ് ഓർഗനൈസേഷനെ സംബന്ധിച്ച്. അപ്പോൾ ഒരു ബിസിനസ് ഓർഗനൈസേഷന് തിരിച്ച് സൊസൈറ്റിയോടും ചില റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്. അപ്പോൾ വി നീഡ് ടു ക്രിയേറ്റ് അവർ ബിസിനസ് ആസ് എ ഹൗ സോഷ്യലി റിലവൻറ്റ് ഇറ്റ് ഈസ്. ഞങ്ങൾ ഹെൽത്ത് കെയർ ആണ്, നമ്മൾ മെഡിക്കൽ എക്യുപ്മെൻറ്റ്സിൻ്റെ സർവീസും പല കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നുണ്ട്. നമ്മുടെ മെഡിക്കൽ എക്യുപ്മെൻറ്റ് സർവീസസ് പലപ്പോഴും നമ്മൾ ചെയ്യുന്നത് 2nd and 3rd tier സിറ്റീസാണ് ഞങ്ങളുടെ ഫോക്കസ്ഡ് ഏരിയ. ഈവൻ ദോ വി ആർ ദെയർ ഇൻ ദ പ്രൈമറി ദാറ്റ് മീൻ മേജർ മെട്രോ സിറ്റീസ്. അപ്പോൾ ഈ 2nd and 3rd tier ഏരിയാസിൽ പലപ്പോഴും വരുന്ന പേഷ്യൻസ് എന്ന് പറയുന്നത് ആവറേജ് ആൻഡ് ബിലോ ആവറേജ് പേഷ്യൻസ് ആണ്. അപ്പോൾ അവർ പലപ്പോഴും സ്മോൾ ആൻഡ് മീഡിയം ഹോസ്പിറ്റൽസ് അല്ലെങ്കിൽ ഗവൺമെൻറ് ഹോസ്പിറ്റലിനെ ഡിപ്പെൻഡ് ചെയ്താണ് അവർ ട്രീറ്റ്മെൻറ്റ്സ് പലതും നടത്തുക. ആ ഹോസ്പിറ്റലിലുള്ള ഏതെങ്കിലും ഒരു മെഷീൻ, ചിലപ്പോൾ അവിടെ ഒരു മെഷീന് വേറൊരു മെഷീൻ ബാക്കപ്പ് ഉണ്ടാവില്ല. അപ്പോൾ അവിടെ വരുന്ന ഏതെങ്കിലും ഒരു മെഷീൻ്റെ കംപ്ലയിൻറ്റ് പലപ്പോഴും ആ പേഷ്യൻറ്റിൻ്റെ ട്രീറ്റ്മെൻറ്റ് ഡിനയലാണ്. അപ്പോൾ വി ആർ എൻഷുറിങ് ദാറ്റ് വാട്ട് എവർ possible things what we can do to make sure that equipment up and running at the shortest period. So this is the way we are touching the life of so many patients
so many human beings. Last ഞങ്ങളുടെ ഈ കരിയറിൽ ഇതുവരെ നോക്കിക്കഴിഞ്ഞാൽ we touched almost very close to 20 crores people. Every year, this year onwards, we are planning to target how can we reach at least 2 crore people every year. ഞങ്ങളുടെ കൂടെ overall 1,200 people, more than 120 plus people are female. Women empowerment, and we really focused on that sector also. അപ്പോൾ ഇത് ഇവിടെ മാത്രമല്ല, ഇത് കേരളത്തിൽ മാത്രമല്ല, across the geography wherever we are working. Today we are working in a more than 10 states in the country, direct presence. And we have a reach in almost all the states in the country through distributors also. അപ്പോൾ പല ജോഗ്രഫീസിലും നമ്മുടെ റീജിയനിൽ നോക്കിക്കഴിഞ്ഞാൽ we have a lot of female employees. We are trying to empower female employment. Last Independence Day, that means 2 days back, across the country 112 ആളുകൾ ഞങ്ങളുടെ ഗ്രൂപ്പിലുള്ള ആളുകൾ ബ്ലഡ് ഡൊണേഷൻ ചെയ്തു. So these all are the way we are also trying to get into the social aspect of business, not only by touching the equipment or repairing the machine. There is a human touch also behind in our organization or in our activity. So thank you very much for your patient listening. If there is any question, that is Cyrix എന്ന വളരെ നമ്മളെയൊക്കെ പോലെ വളരെ സാധാരണക്കാരായ 3 ചെറുപ്പക്കാർ തുടങ്ങി 2 ചെറുപ്പക്കാർ ഒരു 10,000 രൂപ വീതം 30,000 രൂപ മൂലധനം വെച്ച് 500 കോടി രൂപ വാല്യുവേഷനിൽ 140 കോടി ഇൻവെസ്റ്റ്മെൻറ്റ് നേടിയ നമുക്കൊരു തോന്നുന്നു. സൈറക്സ് വളരെ സാധാരണക്കാരാണ്. ജോയിനെയും അജിത്തിനെയും ഞാൻ കാണുന്നത് 2008 അന്ന് തൊട്ട് അദ്ദേഹത്തിൻ്റെ കമ്പനി, നിങ്ങളുടെ കമ്പനിയുടെ പേര് HMS എന്നായിരുന്നു എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ. അന്നായിരുന്നു ആദ്യമായിട്ട് നമ്മളൊരു ട്രെയിനിങ് പ്രോഗ്രാമിന് അസോസിയേറ്റ് ചെയ്യുന്നത്. പിന്നീട് ഈഗിൾ വന്നു. വളരെ അഭിമാനമുണ്ട് നിങ്ങൾ ഈ സ്റ്റേജിൽ വന്ന് സംസാരിക്കുമ്പോൾ. സോ ഓൾമോസ്റ്റ് നിങ്ങളെല്ലാവരെയും റെപ്രസെൻറ്റേറ്റ് ചെയ്തുകൊണ്ട് 2 ക്വിക്ക് ചോദ്യം ഞാനൊന്ന് ചോദിച്ചോട്ടെ. അതിൽ ആദ്യത്തെ ചോദ്യം, ഈ 2 പാർട്ട്നേഴ്സ്, ഒരാൾ പോയി, നിങ്ങൾ 2 പേരും വ്യത്യസ്തരാണ്. ഇവിടെ പാർട്ട്ണർഷിപ്പ് ബിസിനസ് ചെയ്യുന്നവരൊക്കെ ഒന്ന് കൈവോക്കേ. പാർട്ട്നേഴ്സ് ഉള്ളവർ മാത്രം ഒന്ന് കൈവോക്കേ. പാർട്ട്നേഴ്സ്, ഈ ചോദ്യം നിങ്ങൾക്കായിട്ടാണ്. ഈ 2 പേരും, ഞങ്ങളെ 2 പേരും വ്യക്തിപരമായി എനിക്കറിയാവുന്നതാണ്, അതുകൊണ്ടാണ് ഞാൻ ഈ ചോദ്യം ചോദിക്കുന്നത്. ഈ പാർട്ട്നേഴ്സ് 2 പേരും നിങ്ങളുടെ വ്യത്യസ്ത സ്വഭാവക്കാരാണ്. അത് ഗുണം ചെയ്തോ അതോ അത് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? എങ്ങനെയാണ് നിങ്ങൾ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസം തീർക്കുന്നത്? ജോയ് പറയൂ അത് ഞാൻ പറയുന്നു? അതും ജോയ് പറയട്ടെ, എന്നിട്ട് ഞാൻ പറയാം. ഞങ്ങൾ ശരിക്കും ഇപ്പോൾ 24 വർഷമായി ഞങ്ങളുടെ ഫ്രണ്ട്ഷിപ്പായിട്ട്. പിന്നെ കമ്പനിയിൽ ഞങ്ങൾ സെപ്പറേറ്റ് ഓരോ ആളുകൾ ഓരോരോ ബിസിനസ് വെർട്ടിക്കലാണ് നോക്കുന്നത്. പിന്നെ നമ്മൾ പൊതുവായിട്ടുള്ള തീരുമാനം എടുക്കുമ്പോൾ 2 പേരും അഭിപ്രായം പറയും. പക്ഷേ ആരഭിപ്രായം പറയണമെന്ന് ഞങ്ങൾ നോക്കാറില്ല. പക്ഷേ എന്താണ് കമ്പനിക്ക് ബെനിഫിറ്റ് ആയിട്ടുള്ള കാര്യം, അതാണ് ഞങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുക. ഈ പാർട്ട്നേഴ്സ് ഉള്ളവരൊന്ന് കൈവോക്കി. പാർട്ട്നേഴ്സുമായിട്ട് അഭിപ്രായ വ്യത്യാസം ഉണ്ടാവാറില്ലേ? ഉണ്ടെന്നോ ഇല്ലെന്നോ? ഉണ്ട്. ഇത് വളരെ ക്വിക്കായിട്ട് ഡെസിഷൻ എടുക്കാൻ പറ്റുന്ന ഒരു മൊമെൻ്റാണ്. ആരെന്ത് ആശയം പറഞ്ഞു എന്നുള്ളതല്ല, നിങ്ങൾ എന്താശയം അങ്ങോട്ടും ഇങ്ങോട്ടും തർക്ക വിഷയം വന്നാൽ സ്ഥാപനത്തെ മുന്നിൽ നിർത്തി ആ സ്ഥാപനത്തിന് പറ്റിയ ഡെസിഷൻ ഏതാണെന്ന് ചർച്ച ചെയ്ത് തീരുമാനിച്ച് പിന്നെ പുറത്തോട്ട് ഇറങ്ങിയാൽ അതിൻ്റെ പേരിൽ തർക്കമില്ലാതിരിക്കലാണ് ആക്ച്വൽ പാർട്ട്ണർഷിപ്പ് എന്ന് പറയുന്നത്. വിൽ യു അഗ്രി വിത്ത് മീ ടുഡേ? യെസ് ഓർ നോ? ആരും അപ്രൂവ് ചെയ്ത് കണ്ടില്ലല്ലോ, അത്രേ ഉള്ളൂ. അത് പുറത്തോട്ട് ഇറങ്ങിയാൽ പിന്നെ അതിന് ചർച്ചയില്ല. ആ വിജയമാണ് സൈറക്സിൻ്റെ വിജയം. ജോയ് പ്രസൻറ്റ് ആൻഡ് പ്രാക്ടിക്കലാണ്, ഞാൻ ഡ്രീമറാണ്. അപ്പോൾ വിതൗട്ട് പ്രസൻറ്റ് ആൻഡ് പ്രാക്ടിക്കൽ ദർ ഇസ് നോ ഡ്രീം. അപ്പോൾ ജോയ് എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോഴും ദർ ഇസ് എ ലോട്ട് ഓഫ് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാവും. കാര്യം അഭിപ്രായം ഓരോരുത്തരെയും വ്യക്തിപരമാണ്. അത് മറ്റേ ആൾക്ക് അങ്ങനെ തന്നെ ഉൾക്കൊള്ളണമെന്ന് നിർബന്ധമില്ല, ബിക്കോസ് ഓരോരുത്തരെയും കാഴ്ചപ്പാട് ഡിഫറെൻ്റ് ആണ്. പക്ഷെ ഒരു കാര്യം നമ്മൾ എൻഷുർ ചെയ്യാം, ഞാൻ മറ്റൊരാളുടെ അഭിപ്രായം ഞാൻ കേൾക്കുമ്പോൾ ഐ ഷുഡ് നോട്ട് ഡിഫെൻഡ് ആൻഡ് ഒഫെൻഡ്. അത് ശരിയല്ല എന്ന് പറയേണ്ട കാര്യം എനിക്കില്ല, ബിക്കോസ് വാട്ട് ഹീ ഈസ് സെയിങ് ഫോർ റൈറ്റ് ഫോർ ഹിം. അതൊരിക്കലും ഞാനത് തെറ്റാണെന്ന് എനിക്ക് പറയേണ്ട കാര്യമില്ല, അത് തെറ്റാവുകയല്ല. കാര്യം ബിക്കോസ് അദ്ദേഹത്തിന് പൂർണ്ണമായി ശരിയെന്ന് തോന്നുന്നതാണ് പറയുന്നത്. അപ്പോൾ അതിനെ നമ്മൾ മേ ബി എനിക്ക് വേറൊരു ഒപ്പീനിയൻ ഉണ്ടാവും, പക്ഷേ അതിനെ നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ട പാറ്റേൺ ഈസ് ഡിഫറെൻറ്റ്. നമ്മൾ പറയരുത് അത് ശരിയല്ല എന്ന് പറഞ്ഞ് നമ്മൾ തുടങ്ങിയാൽ ഇറ്റ് ഈസ് ഒഫെൻഡിങ്. ഇൻസ്റ്റെഡ് ഓഫ് ദാറ്റ് ഐ അണ്ടർസ്റ്റാൻഡ് ആൻഡ് ദിസ് ഈസ് മൈ വേർഷൻ ഓഫ് ദിസ്. ആർ യു കംഫർട്ടബിൾ ഓർ ഈസ് ഇറ്റ് വാട്ട് ഈസ് ദിസ് അപ്രോച്ച്, വിൽ യു ബി ഹാപ്പി എന്നുള്ളൊരു അപ്രോച്ച് ആണെങ്കിൽ പലപ്പോഴും സംഭവിക്കുന്നത് എന്താണ്, അത് ശരിയല്ല, അങ്ങനെയല്ല എന്ന് പറയും. അങ്ങനെയല്ല എന്ന് പറയുമ്പോൾ
that is actually offending. Thank Instead you, of Ajit. that, We'll go to quickly to I the next accept. question. But 20 മിനിറ്റ് കൂടി ബാക്കിയുണ്ട്, 15 മിനിറ്റ് കൂടി ബാക്കിയുണ്ട്. എനിക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചോദ്യം ചോദിക്കാനുണ്ട്. വൈ ഫണ്ടിങ്? ഇതിൽ ബിസിനസ്സിലേക്ക് ഫണ്ടിങ് വേണ്ടവരൊക്കെ ഒന്ന് കൈവയ്ക്കുക. ലോണോ ഫണ്ടിങ്ങോ ഒക്കെ വേണ്ടവർ ഉണ്ട്. ആ ചോദ്യം വളരെ പ്രസക്തമാണ്. വൈ ഫണ്ടിങ്? എങ്ങനെയാണ് ഈ ഫണ്ടിങ്? നമുക്ക് ചുരുക്കി അതിലൂടെ ഒന്ന് കിടക്കാം. അത്ര ചുരുക്കി പറയാൻ പറ്റുന്നതല്ല, എന്നാലും ഞാൻ പറയാം. ഞാൻ ഇടയിൽ ഇവിടെ മാഡത്തിൻ്റെ ഒരു ക്വസ്റ്റ്യനും കൂടെ ഞാൻ കേട്ടായിരുന്നു, റിട്ടയർമെൻറ്റ് എന്നെക്കുറിച്ച്. സോ ഇതെല്ലാം അതുമായിട്ട് കണക്റ്റഡ് ആണ്. ഇപ്പം നമ്മളൊരു ബിസിനസ് റൺ ചെയ്യുമ്പോൾ നമ്മൾ ഓവർ എ പീരിയഡ് ഓഫ് ടൈം നമുക്ക് ഗ്രോത്ത് വേണം എന്നുണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും അതിലേക്ക് മോർ ആൻഡ് മോർ ക്യാപിറ്റൽ നമ്മൾ ഇൻഫ്യൂസ് ചെയ്യണം. അപ്പോൾ ഈ മോർ ക്യാപിറ്റലിന് ഒരു പരിധിയുണ്ട്. നമുക്ക് എവിടെ നിന്നൊക്കെ പൈസ കിട്ടും? ഒന്നുമില്ലെങ്കിൽ നമുക്ക് ബാങ്കിൽ നിന്ന് കിട്ടും, അല്ലെങ്കിൽ നമുക്ക് ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിയുടെ നിന്ന് കിട്ടും. അപ്പോൾ ഇതിലെല്ലാം വരുമ്പോൾ എന്താണ് സംഭവിക്കുക? വൺ സൈഡ് നമ്മുടെ ഒരു അതർ സൈഡിൽ നമ്മുടെ ബിസിനസ് ഗ്രോ ചെയ്യുകയും ചെയ്യും. അപ്പോൾ ബിസിനസ് ഗ്രോ ചെയ്തതോടുകൂടി തന്നെ നമ്മുടെ ഡെറ്റും കാര്യമായിട്ട് തന്നെ കൂടുന്നുണ്ടാവും. അപ്പോൾ ഏതെങ്കിലും ഒരു സമയത്ത് നിങ്ങൾക്ക് ഡെറ്റ് ഫ്രീ ആവണം എന്നുണ്ടെങ്കിൽ വാട്ട് യു നീഡ് ടു ഡു, നിങ്ങൾ ഇതുവരെ ഉണ്ടാക്കിയ അസറ്റിനെ സെക്യൂർ ചെയ്യാൻ പറ്റണം. അല്ലെങ്കിൽ നമുക്കത് സെക്യൂർ ചെയ്യാൻ പറ്റണം, എന്നാലേ പറ്റുള്ളൂ. ആ അസറ്റിനെ സെക്യൂർ ചെയ്യണമെങ്കിൽ നമ്മുടെ ഓർഗനൈസേഷൻ ആരെങ്കിലും വാങ്ങിക്കാൻ അല്ലെങ്കിൽ അതിൻ്റെ ഷെയർ വാങ്ങിക്കാൻ ആളുകൾ തയ്യാറാവണം. എന്നാൽ മാത്രമാണ് നമുക്ക് ഈ പറയുന്ന കാര്യങ്ങൾ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ വാങ്ങിക്കണം എന്നുണ്ടെങ്കിൽ വി നീഡ് ടു ക്രിയേറ്റ് എ ഓർഗനൈസേഷൻ ഇൻ സച്ച് എ വേ. സെക്കൻഡ് തിങ്, നമുക്കൊരു ബിസിനസ്സിൽ ഗ്രോത്ത് വേണമെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞൊരു എക്സാമ്പിളാണ്, 20% മാർജിനുള്ള ഒരു ബിസിനസ് ആണെന്നുണ്ടെങ്കിൽ അതിനകത്ത് നമുക്ക് തീർച്ചയായിട്ടും മാർക്കറ്റ് ഔട്ട്സ്റ്റാൻഡിങ്, യു ക്യാൻ ഇമേജിൻ ഒരു 10% മാർക്കറ്റ് ഔട്ട്സ്റ്റാൻഡിങ് ഇല്ലാത്ത ആളുകളുണ്ടോ എന്ന് കൈവക്കാമോ? ടോട്ടൽ ബിസിനസ്സിൻ്റെ 10% കുറവ് മാർക്കറ്റ് ഔട്ട്സ്റ്റാൻഡിങ് ഉള്ള ആളുകൾ എനിക്കൊണ്ട് വളരെ കുറവായിരിക്കും. അതേപോലെ തന്നെ നമ്മുടെ കയ്യിൽ എന്തുണ്ടാവും? നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ടാവും, കുറേ നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ടാവും. അപ്പോൾ അതും ഉണ്ടാവും, ചിലപ്പോൾ ഒരു 4-5% സ്റ്റോക്ക് ഉണ്ടാവും. അതിനകത്ത് ബാഡ് ഡെറ്റ്സും ഒക്കെ ആയിട്ട് നമുക്ക് 2-3% ഉണ്ടാവും. ആളുകൾക്കുള്ള സാലറി അതേപോലെ എക്സ്പെൻസുകളെല്ലാം അനദർ ഒരു 3-4% ഉണ്ടാവും. സോ നെറ്റ് പ്രോബബ്ലി അവർ മാർജിൻ ഈസ് 5%. ഇതെല്ലാം കഴിഞ്ഞിട്ട് 5% ആണെങ്കിൽ ഈ 5% കൊണ്ട് ഒരു പക്ഷേ നമുക്ക് അടുത്ത വർഷം ബിസിനസ്സിന് ഒരു 15%, 20%, 30% ഗ്രോത്ത് ഉണ്ടാക്കാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് പുറത്തുനിന്ന് ഫണ്ട് വേണം. അപ്പോൾ ആ ഫണ്ട് ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക്, അതായത് വർക്കിംഗ് ക്യാപിറ്റൽ ഉണ്ടെങ്കിലേ ബിസിനസ് നമുക്ക് കാര്യമായിട്ട് ഗ്രോത്ത് കൊണ്ടുവരാൻ പറ്റുള്ളൂ. എന്താണ് ഫണ്ടിങ് ലഭിക്കാനുള്ള പ്രോസസ്സ് എന്താണ്? യെസ്, ഫണ്ടിന് ലഭിക്കാനുള്ള ഒരു യു വാണ്ട് ടു ആഡ്? ഓക്കെ, ഫണ്ടിന് ലഭിക്കാനുള്ള ഒരു വൺ ഓഫ് ദ ഇത് നമുക്ക് സിസ്റ്റം ആൻഡ് പ്രോസസ്സ് നമ്മൾ ബിൽഡ് ചെയ്യുക എന്നുള്ളതാണ് ഒരു കാര്യം. അതിനകത്ത് ഞാനിപ്പോൾ നിങ്ങളോട് പറഞ്ഞ പല കാര്യങ്ങളുണ്ട്, എങ്ങനെയൊക്കെയാണ് സിസ്റ്റം പ്രോസസ്സുകൾ ബിൽഡ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു. ഇതിനെല്ലാം ശേഷം നമുക്കൊരു ലോങ് ടൈം പ്ലാനും പ്രൊജക്ഷനും ഉണ്ടാക്കി അത് നമുക്ക് ഇൻവെസ്റ്ററിൻ്റെ അടുത്ത് പ്രസൻറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഇൻവെസ്റ്ററിൻ്റെ അടുത്ത് പ്രസൻറ്റ് ചെയ്യുമ്പോൾ ഇൻവെസ്റ്റർക്ക് തോന്നുവാണ്, ഓക്കെ ഈ ബിസിനസ് മോഡൽ നല്ലതാണ്, ഇതിനകത്ത് സകല കൺട്രോൾസും ഉണ്ട്, എനിക്കിതിലേക്ക് പൈസ ഇട്ട് കഴിഞ്ഞാൽ കുറച്ച് നാൾ കഴിയുമ്പോൾ എൻ്റെ പൈസയുടെ മൂല്യം ഇൻക്രീസ് ചെയ്യും. മാത്രമല്ല ഓവർ എ പീരീഡ് ഓഫ് ടൈം എനിക്ക് അതിൽ നിന്ന് എക്സിറ്റ് ചെയ്യാനും നല്ലൊരു പ്രോഫിറ്റ് അതിൽ നിന്ന് കൊണ്ടുവരാനും പറ്റും എന്ന് ഒരു ഇൻവെസ്റ്റർക്ക് തോന്നുമ്പോൾ, പ്രൊഫഷണൽ ഇൻവെസ്റ്ററിൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്, തോന്നുമ്പോഴാണ് ഇങ്ങനെയുള്ള ആസ്പെക്റ്റുകൾ നടക്കുകയുള്ളൂ. ഐ ഹോപ്പ് യു ഐ ക്ലാരിഫൈഡ്. ഫണ്ടിങ് എന്ന് പറയുമ്പോൾ തന്നെ അതിൽ വേറൊരു ആസ്പെക്റ്റും കൂടി വരും. ഈ ഇൻവെസ്റ്ററെ എവിടെ നിന്ന്, നമുക്ക് എല്ലാവർക്കും ഒരു ആശങ്കയുണ്ട്, ഇൻവെസ്റ്ററിനെ എവിടെ നിന്ന് കിട്ടുക? നമ്മൾ ഗൂഗിളിൽ അടിച്ചാൽ കിട്ടുമോ? എവിടെ നിന്നാണ് ഇൻവെസ്റ്ററിനെ കിട്ടുക? അത് കിട്ടിയ ആളാണല്ലോ, എത്ര 140 കോടി അല്ലേ? എങ്ങനെയാണ് ഒരു ഇൻവെസ്റ്റർ കണ്ടെത്തുക? ഇൻവെസ്റ്റർ ഒരുപാട് ഡിഫറെൻറ്റ് പാറ്റേണിലുള്ള ഇൻവെസ്റ്റേഴ്സും ഉണ്ട്. ഒന്ന് നമ്മൾ പലപ്പോഴും കേൾക്കാം ഏഞ്ചൽ ഇൻവെസ്റ്റർ എന്ന് കേൾക്കാം, HNI ഹൈ നെറ്റ്വർത്ത് ഇൻഡിവിജ്വൽ, അൾട്രാ ഹൈ HNI, അതേപോലെ തന്നെ വെഞ്ചർ ക്യാപിറ്റലിസ്റ്റ്, പ്രൈവറ്റ് ഇക്വിറ്റി, ഇങ്ങനെ പല സെക്ടറിലാണ് ഇൻവെസ്റ്റേഴ്സ് ഉള്ളത്. ഇത് കൂടാതെ നമുക്ക് IPOs ഉണ്ട്, SME IPO, മെയിൻ ബോർഡ് IPO, അങ്ങനെ ഡിഫറെൻറ്റ് പ്രോസസ്സുകളുണ്ട്. അപ്പോൾ ഈ ആളുകളൊക്കെയാണ് പൈസ നമുക്ക് തരാൻ അല്ലെങ്കിൽ നമുക്ക് കിട്ടാൻ സാധ്യതയുള്ളത്. എസ്പെഷ്യലി നമ്മുടെ കോൺസെപ്റ്റും ഷെയറിനെ ബേസ് ചെയ്തുകൊണ്ട് നമുക്ക് പൈസ കിട്ടാൻ സാധ്യതയുള്ള ആസ്പെക്റ്റുകളാണ് ഞാനീ പറഞ്ഞത്. ഇങ്ങനെയുള്ള പല സ്ഥലങ്ങളിൽ നമുക്ക് കിട്ടാം. ഇവരിലേക്ക് നമ്മൾ എത്തിപ്പെടുക എന്നുള്ളതാണ് നമ്മുടെ പ്രധാന കാര്യം. അപ്പം നമ്മളൊന്ന് ചുറ്റുപുറത്ത് നന്നായിട്ടൊന്ന് കണ്ണോടിച്ചാൽ, നമ്മുടെ കാര്യങ്ങളെ കൃത്യമായിട്ട് നമ്മളൊന്ന് നമ്മുടെ സർവലൻസിലേക്ക് കൊണ്ടുവന്നാൽ ഈ ആളുകളൊക്കെ നമ്മുടെ ചുറ്റിനും ഒരുപാട് ആളുകളുണ്ട്, നമ്മളവരെ കാണുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. അതിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഘടകം എന്ന് പറയുന്നത് ഈ ഓർഗനൈസേഷൻ ട്രാൻസ്പെറൻ്റ് ആക്കി ഫിനാൻഷ്യൽ ഡിസിപ്ലിനോടുകൂടി കൊണ്ടുപോകുക എന്നുള്ളതാണ്. നിങ്ങളുടെ ഇൻറ്റേർണൽ ഡിസിപ്ലിൻ എങ്ങനെയാണ്? നിങ്ങളൊരു സ്ഥാപനം എന്ന നിലയ്ക്ക് 50-50 പാർട്ട്ണറാണെന്നാണ് എൻ്റെ വിശ്വാസം. എങ്ങനെയാണ് ഫിനാൻഷ്യൽ ഡിസിപ്ലിൻ? എങ്ങനെയാണ് ഈ ഓർഗനൈസേഷൻ ഇത്രയും ഗ്രോ ചെയ്തത്?
ഇപ്പോൾ ഇത് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. ഞങ്ങളുടെ ടീം മെമ്പേഴ്സ് എങ്ങനെയാണോ അതേ രീതിയിലാണ് ഞങ്ങൾ അക്കൗണ്ട്സ് ഡിപ്പാർട്ട്മെൻറ്റിൽ ഞങ്ങളെ അവർ ട്രീറ്റ് ചെയ്യണം. ഇപ്പോൾ നമ്മളിപ്പോൾ സാലറി ആണെങ്കിലും ഞങ്ങളുടെ കേപ്പബിലിറ്റി വെച്ച് ഞങ്ങളുടെ മാർക്കറ്റിൽ ഞങ്ങൾക്ക് എന്ത് സാലറി കിട്ടുമോ ആ സാലറിയാണ് ഞങ്ങൾ കമ്പനിയിൽ നിന്ന് എടുക്കുന്നത്. പിന്നെ മന്ത്ലിയുള്ള എക്സ്പെൻസ് ആണെങ്കിലും ഞങ്ങൾ ഈ സ്റ്റാഫ് എഴുതണ പോലെ തന്നെ എക്സ്പെൻസ് ഷീറ്റ് എഴുതി ഞങ്ങൾ സബ്മിറ്റ് ചെയ്തിട്ട് ആണ് അക്കൗണ്ട്സിൽ നിന്ന് പാസ്സാണ്. അപ്പോൾ അക്കൗണ്ട്സിലെല്ലാം ഡോക്യുമെൻ്റ് ഇല്ലാതെ, സപ്പോർട്ടിങ് ഡോക്യുമെൻ്റ് ഇല്ലാതെ അവർ പ്രോസസ്സ് ചെയ്യില്ല. ഞങ്ങളാണെങ്കിൽ ശരി, ഞങ്ങളുടെ കൂടുതലുള്ള മെമ്പേഴ്സ് ആണെങ്കിലും ശരി, അവരൊന്നും പ്രോസസ്സ് ചെയ്യില്ല. അപ്പോൾ ഒരു ഫിനാൻഷ്യലി ഒരു ഡിസിപ്ലിൻ, ഞങ്ങളുടെ പേഴ്സണൽ ആവശ്യത്തിനോ അങ്ങനെയായിട്ടുള്ള ഒരു ഫണ്ട് ഞങ്ങൾ കമ്പനിയിൽ നിന്ന് എടുക്കില്ല. കമ്പനി സെപ്പറേറ്റ് എൻറ്റിറ്റി ആയിട്ട് തന്നെയാണ് കീപ്പ് ചെയ്യാറുള്ളത്. ഇത് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. നമ്മുടെ പ്രശ്നം നമ്മളെല്ലാം നമ്മുടെ പണമാണല്ലോ എന്ന് വിചാരിച്ചാൽ കൊണ്ടുപോകുന്നത്. ദയവായിട്ട് മനസ്സിലാവുക. ഒരു ചോദ്യം, എല്ലാവരും ഉറങ്ങിയോ? ഇല്ലല്ലോ, അവിടെ ഉണ്ടോ? നമ്മളും നമ്മുടെ സ്ഥാപനവും ഒന്നാണോ? ഷിജു എന്തോ പറഞ്ഞു? യെസ് ഷിജു. മുറി എന്താ പറഞ്ഞേ? രണ്ടാണ്. ഒരു സ്ഥാപനത്തിന് ഒരു പേരും ഒരു അഡ്രസ്സും ഉണ്ടെങ്കിൽ അതൊരു വേറെ ഐഡൻറ്റിറ്റിയാണ്. ഇറ്റ് ഈസ് കോൾഡ് ആൻ ആർട്ടിഫിഷ്യൽ പേഴ്സൺ. അത് വേറൊരാളാണ്. ആ പണം നമ്മുടെ അല്ല. നമ്മളും ആ സ്ഥാപനത്തിന് വേണ്ടി ജോലി ചെയ്യുകയാണ്. അതിൽ നമ്മുടെ പ്രോഫിറ്റ് നമ്മൾ എടുക്കുന്നു. പക്ഷെ അതിനൊരു ഡിസിപ്ലിൻ കൊണ്ടുവരേണ്ട ആവശ്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇവിടെ ഒരു ചോദ്യം കൂടി എനിക്ക് രണ്ടുപേരോടും കൂടി ചോദിക്കാനുണ്ട്. ഇതിൽ വളരെ പ്രസക്തമായ ഒരു കാര്യം, നിങ്ങൾ ഔട്ട് സ്റ്റേഷനിലാണ് പോയത്. ഒരു അവസരം കിട്ടിയപ്പോൾ അവർ നേരെ പോയത് UP-യിലാണ്. പൊതുവേ നമ്മൾ കണ്ടിട്ടുള്ള നമ്മൾ ഔട്ട് സ്റ്റേഷനിലേക്ക്, അതായത് കേരളത്തിന് പുറത്തേക്ക് ഒരു ഉൽപ്പന്നം വിൽക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യുന്നവരൊന്ന് കൈവക്കാമോ? കേരളത്തിന് പുറത്തേക്ക്. ഓക്കെ, അപ്പം നമ്മൾ ഫസ്റ്റ് ഓപ്ഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കൂടെയുള്ളൊരു മലയാളിയെ, വിശ്വസ്തനായ ഒരാളെ പുറത്തേക്ക് വിടുക. പക്ഷേ ഇവർ വളരെ യുണീക്കായിരുന്നു. അവിടെ സ്റ്റാഫിനെ പുറത്തുനിന്നാണ് നിങ്ങൾ കണ്ടുപിടിച്ചത്, അല്ലേ? കറക്റ്റ് അല്ലേ അജു? അവിടെ ഉള്ളവരെയാണ് നിങ്ങൾ അപ്പോയിൻറ്റ് ചെയ്തത്. യെസ്. അത് ബെനിഫിഷ്യലായോ? അതെങ്ങനെയാണ് അതിൻ്റെ പ്രോസസ്സ്? പക്ഷേ ഒന്ന് നമ്മൾ പുറത്ത് പോകുമ്പോൾ ആ ജോഗ്രഫി അറിയാവുന്ന, ആ ഭാഷ അറിയാവുന്ന, ആ കൾച്ചർ അറിയാവുന്ന ആളുകളെ നമ്മൾ റിക്രൂട്ട് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. കാര്യം അവർ ഹാൻഡിൽ ചെയ്യാൻ, അവർക്ക് ആ ഭാഷയും സംസ്കാരവും എല്ലാം അറിയാം. കേരളത്തിൽ നിന്ന് ഒരാൾ UP പോയി, അല്ലെങ്കിൽ കേരളത്തിൽ നിന്ന് ഒരാൾ രാജസ്ഥാനിൽ വിട്ടാൽ, കേരളത്തിൽ നിന്ന് ഒരാൾ AP-യിൽ വിട്ടാൽ, AP-യിലൊക്കെ നിങ്ങൾക്കറിയാം ഭക്ഷണത്തിൽ കംപ്ലീറ്റ് എരിവാണ്. അപ്പോൾ ഇവിടുന്ന് ഒരാൾ പോയാൽ ചിലപ്പോൾ അവിടെ സസ്റ്റെയിൻ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. UP-യിൽ പോവുകയാണെങ്കിൽ ഒരു പർട്ടിക്കുലർ സീസണിൽ ഭയങ്കര തണുപ്പാണ്. അതേപോലെ ചൂട് വരുവാണെങ്കിൽ ഭയങ്കര ചൂടാണ്. അപ്പോൾ ക്ലൈമറ്റിൽ പിടിച്ചു നിൽക്കാൻ ഇവിടുന്ന് പോകുന്ന ആളുകൾക്ക് വളരെ ബുദ്ധിമുട്ടാണ്. കാര്യം നമ്മുടെ എല്ലാവരും AC-യിലിരുന്ന് ജോലി ചെയ്യുന്ന ആളുകളല്ല, അവർക്ക് ഫീൽഡിൽ പോകണം. പലപ്പോഴും ഇതെല്ലാം അനുഭവിച്ച് പോകേണ്ടി വരും. മാത്രമല്ല അവിടെയുള്ള ആളുകളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ, ഒരു നല്ല രീതിയിൽ ആശയവിനിമയം നടത്തണമെങ്കിൽ ലോക്കൽ ലാംഗ്വേജ് ഈസ് ഓൾസോ ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ ഇതുകൊണ്ട് തന്നെ നമ്മൾ ലോക്കലി ആളുകളെയാണ് നമ്മൾ പ്രിഫർ ചെയ്യാറ്. അവരെ നമ്മൾ സെലക്ട് ചെയ്യുന്നതിനാണ് ഞാൻ ആദ്യം പറഞ്ഞ്, നല്ല HR പ്രാക്ടീസസ് ഉണ്ടെങ്കിൽ നല്ല ആളുകളെ നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. ഒരാളെ സെലക്ട് ചെയ്യുമ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ, എന്തൊക്കെ ചോദ്യങ്ങൾ ചോദിച്ചിരിക്കണം, എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ അനലൈസ് ചെയ്തിരിക്കണം, നമ്മൾ കൃത്യമായിട്ടൊരു ഒരു മെക്കാനിസം നമ്മുടെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കിതൊരു വലിയൊരു ചലഞ്ചല്ല. പിന്നെ എടുത്തതിന് ശേഷം അവരെ ഓൺ ബോർഡിങ് പ്രോസസ് ടു അവരെ റീറ്റെയിൻ ചെയ്യുന്ന പ്രോസസ്സും നമുക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്കൊരു സക്സഷൻ കരിയർ പാത്തും നമുക്ക് കാണിക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ദീസ് ഓൾ ആർ നോട്ട് എ ബിഗ് ചാലഞ്ച്. ഇതിനൊക്കെ വേണ്ടുന്നത് എന്താണ്? ഞാൻ ആദ്യം പറഞ്ഞ പോലെ സിസ്റ്റം ഡ്രിവൺ ആയിരിക്കണം. നമ്മൾ ഇൻസ്റ്റെഡ് ഓഫ് പേഴ്സൺ ഡ്രിവൺ യു നീഡ് ടു ബിക്കം എ സിസ്റ്റം ഡ്രിവൺ. അപ്പോൾ നമ്മളൊരു സിസ്റ്റം ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയാൽ, സിസ്റ്റത്തിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റിയാൽ ഇറ്റ് ഈസ് വെരി ഗുഡ്. ഒരു കാര്യം കൂടി ഞാൻ ഇതിനോട് കൂടി പറയാം. ഈ HR-നെ എല്ലാം എടുക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ ഇതേപോലെ ഓട്ടോമേഷൻസ് ഒക്കെ എടുക്കുമ്പോൾ നിങ്ങൾ നോക്കേണ്ട ഒരു കാര്യം, അതിന് നിങ്ങൾ എക്സ്പെൻസ് ആയിട്ട് കാണരുത്. ദാറ്റ് ഈസ് ഇൻവെസ്റ്റ്മെൻറ്റ്. അതിന് നിങ്ങൾ ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ട് കാണും. കാര്യം നാളെ നമ്മുടെ ഓർഗനൈസേഷൻ മുന്നിലേക്ക് പോകണം എന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള സിസ്റ്റംസ് ആൻഡ് പ്രോസസ്സുകൾ വേണം. ആ പ്രോസസ്സിനുള്ള ഇൻവെസ്റ്റ്മെൻ്റ് ആണ്, ദാറ്റ് ഈസ് നോട്ട് എക്സ്പെൻസസ്. അപ്പോൾ ആ കാഴ്ചപ്പാട് നമുക്ക് മാറ്റാൻ പറ്റിയാൽ സ്വാഭാവികമായിട്ടും വി വിൽ ഇൻവെസ്റ്റ് സച്ച് കൈൻഡ് ഓഫ് ടൂൾസ്. താങ്ക് യു. വളരെ സമയം പരിമിതിയുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ആവാമല്ലോ ഇവരുമായിട്ട്. യു വോണ്ട് ടു ആസ്ക് സം ക്വസ്റ്റ്യൻ? യെസ്. വാട്ട് ഈസ് ദ ക്വസ്റ്റ്യൻ? യാ, ക്വിക്ക്ലി ദ ക്വസ്റ്റ്യൻ. നമ്മൾ ഈ ഇൻവെസ്റ്റ്മെൻറ്റ് പിച്ച് ചെയ്യുന്ന സമയത്ത് അതിന് വേണ്ട ഒരു എക്കോസിസ്റ്റം അത് കേരളത്തിൽ എത്രത്തോളം വളർന്നു വന്നിട്ടുണ്ട്, അതോ ഇപ്പോഴും നമ്മൾ അതിന് വേണ്ടിയിട്ട് മുംബൈയിലോ ഡൽഹി പോലെയുള്ള ഏജൻസികളെ സമീപിക്കേണ്ട ഒരു ആവശ്യമുണ്ടോ? ഇവിടെ അത് എത്രത്തോളം വളർന്നിട്ടുണ്ടെന്ന് അറിഞ്ഞാൽ കൊള്ളായിരുന്നു. എക്കോസിസ്റ്റം എന്ന് ഉദ്ദേശിച്ചത് പൈസ തരാനുള്ള ആളുകളെ ആണെങ്കിൽ നമുക്ക് പൈസ കേരളത്തിൽ നിന്ന് തന്നെ വേണമെന്ന് നിർബന്ധമില്ലല്ലോ. വി ക്യാൻ സോഴ്സ് ഇറ്റ് എനിവെയർ ഇൻ ദ ഗ്ലോബ്. അതിന് നമ്മൾ എല്ലായിടത്തേക്കും അങ്ങോട്ട് പോകണമെന്നില്ല. ഇന്നിപ്പോൾ ഞങ്ങളുടെ ഓർഗനൈസേഷനിലുള്ള വന്ന ഫണ്ടിംഗ് എന്ന് പറയുന്നത് പ്രൈവറ്റ് ഇക്വിറ്റിയാണ്. പ്രൈവറ്റ് ഇക്വിറ്റി എന്ന് പറഞ്ഞാൽ ദേ വിൽ ഡു ഓൾമോസ്റ്റ് എബവ് 100 crores ഇൻവെസ്റ്റ്മെൻറ്റുകൾ, അതിൻ്റെ മുകളിലേക്ക് ചെയ്യുന്ന ഇൻവെസ്റ്റ്മെൻറ്റുകൾ മാത്രം ഹാൻഡിൽ ചെയ്യുന്ന ഒരു സെക്ടറാണ് പ്രൈവറ്റ് ഇക്വിറ്റി. അതിൻ്റെ താഴെയുള്ളതാണ് ഞാൻ ആദ്യം പറഞ്ഞ വെഞ്ചർ ക്യാപിറ്റലിസ്റ്റ് ഉണ്ട്, അൾട്രാ HNIs ഉണ്ട്, അതേപോലെ നമ്മുടെ ഏഞ്ചൽ ഇൻവെസ്റ്റേഴ്സ് ഉണ്ട്. ഇതൊക്കെ ഡിഫറെൻറ്റ് കാറ്റഗറിയിൽ വരുന്നതാണ്.
അപ്പോൾ ഇവർക്കൊക്കെ ഫണ്ട് വരുന്നത് എവിടെ നിന്നാണ്? ഇവരൊക്കെ പലപ്പോഴും ഇന്ത്യയിൽ നിന്ന് മാത്രമല്ല, ഇവിടുത്തെ അൾട്രാ HNIs മേ ബി ചിലപ്പോൾ പ്രൈവറ്റ് ഇക്വിറ്റിയിൽ ഇൻവെസ്റ്റ് ചെയ്യും, അല്ലെങ്കിൽ ഫോറിൻ ഗവൺമെൻറ്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ എത്തിപ്പെടാൻ നമുക്ക് നോക്കി കേരളത്തിൽ തന്നെ കേരള ഏഞ്ചൽ നെറ്റ്വർക്ക് ഉണ്ട്, ഒരുപാട് HNIs ഉണ്ട്. ഇതൊന്നും അല്ലാതെ ഒരുപാട് പ്രൊഫഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. ഇൻവെസ്റ്റ്മെൻറ്റ് ബാങ്കറെ ഐഡൻറ്റിഫൈ ചെയ്യുക, ഡിപ്പെൻഡ്സ് ഓൺ അവർ ഫണ്ട് സൈസ്. അതിനുശേഷം നമ്മുടെ ഒരു ക്ലിയർ ആയിട്ടുള്ള എഴുതി ഉണ്ടാക്കിയ ഒരു ബിസിനസ് പ്ലാൻ ഉണ്ടാവണം നെക്സ്റ്റ് അറ്റ്ലീസ്റ്റ് 5 ഇയറിലേക്കുള്ളത്. മാത്രമല്ല ഈ പൈസ നമുക്ക് കിട്ടിയാൽ നമ്മൾ ആ പൈസ കൊണ്ട് എന്ത് ബിസിനസ് ചെയ്യും, എന്ത് പ്രോഫിറ്റബിലിറ്റി ഉണ്ടാക്കും, അതിലൂടെ ഇൻവെസ്റ്റർക്ക് എപ്പോൾ എക്സിറ്റ് കൊടുക്കാൻ പറ്റും എന്ന് നമുക്ക് കൃത്യമായിട്ട് ഒരു സ്ട്രക്ചറും ഒരു പ്രോസസ്സും ഉണ്ടെന്നുണ്ടെങ്കിൽ വി ക്യാൻ ഗെറ്റ് ഇറ്റ്. ഇതിനെ സഹായിക്കാൻ ഒരുപാട് ആളുകൾ അവൈലബിൾ ആണ്. താങ്ക് യു അജിത്. യെസ്, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പ്ലീസ്. യെസ് ഷൂട്ട്. യെസ് പറഞ്ഞോളൂ, ഞാൻ കൊണ്ടുവരാം. Hi, Chirgi, myself. ചോദ്യം. Yeah, sure. Before that, you are looking very handsome. Thank you so First time much. ആയിട്ടാണ് കാണുന്നത്. Yeah, other than നമുക്ക് video. questionലോട്ട് So, കിടക്കാം. Thank you. ഇവിടെ 2 case studies ഉണ്ടായിരുന്നു. Before that, I will introduce myself. Let's have the question. Yeah, Sorry. sure. Yeah. So the question is, 2 case studies ഇവിടെ present ചെയ്തു. അതിൽ 2ലും തന്നെ ബ്രാൻഡിങ്ങിനെ പറ്റിയിട്ടോ മാർക്കറ്റിങ്ങിനെ പറ്റിയിട്ടോ മെൻഷൻ We have ചെയ്തിട്ടില്ല. coming in. Yeah, fine. Next sessions So, Mr. Ajit, can you explain Cyrexന്റെ ബ്രാൻഡിങ് എങ്ങനെയായിരുന്നു? The branding strategies. Yes. പക്ഷേ ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഞങ്ങൾക്ക് ഒരു പ്ലാൻ ഉണ്ടായിരുന്നുള്ളൂ. വി നീഡ് ടു ക്രിയേറ്റ് അവർ ഓൺ നെയിം ഇൻ ദ ഇൻഡസ്ട്രി. അപ്പം ഇതുവരെ ഞങ്ങളുടെ ലെസ് ഫോക്കസ് ഉണ്ടായിരുന്ന ഒരു ഏരിയ ആയിരുന്നു മാർക്കറ്റിംഗ് ആൻഡ് ബ്രാൻഡിങ്. സോറി ടു സേ വി വെർ നോട്ട് റിയലി ഗുഡ് ഇൻ ദാറ്റ് മാർക്കറ്റിംഗ് ആൻഡ് ബ്രാൻഡിങ്. ഇതുവരെ ഞങ്ങളുടെ ഗ്രോത്തിൽ ഞങ്ങൾക്ക് മാർക്കറ്റിംഗ് ബ്രാൻഡിങ് അല്ലെങ്കിൽ ഞങ്ങൾ കാര്യമായിട്ട് ഉപയോഗിച്ചില്ല. സോ ടുഡേ വി അണ്ടർസ്റ്റുഡ് മാർക്കറ്റിംഗ് ആൻഡ് ബ്രാൻഡിങ് ഇസ് റിയലി ഇമ്പോർട്ടൻറ്റ്. സോ വി ആർ പർപ്പസ്ഫുള്ളി സ്റ്റാർട്ടഡ് ക്രിയേറ്റിംഗ്. ഞങ്ങളിപ്പോൾ ഒരു സ്ട്രക്ചേർഡ് മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് നമ്മൾ ഫോം ചെയ്തു. അതിലേക്ക് വേണ്ടി നമ്മൾ ആളുകളെ എടുത്തു. നൗ വി ആർ സ്റ്റാർട്ടഡ് ഡൂയിങ് അവർ ബ്രാൻഡിങ്. അതിനുവേണ്ടി ഒരു മാർക്കറ്റിംഗ് റോഡ് മാപ്പ് തന്നെ ഞങ്ങൾ ഉണ്ടാക്കി. അനദർ 5 ഇയേഴ്സിൽ ഞങ്ങളുടെ ഓർഗനൈസേഷൻ എന്തെല്ലാം തരത്തിലേക്ക് വരണം. അതിനകത്ത് അഡ്വർടൈസ്മെൻ്റ് അല്ല ഞാൻ ഉദ്ദേശിച്ചത്. നമ്മൾ ബ്രാൻഡിങ്ങിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണ്? നമുക്ക് നല്ല ജീവനക്കാരെ അല്ലെങ്കിൽ നല്ല ടീം മെമ്പറെ നമുക്ക് കിട്ടാൻ പറ്റണം. അതിന് നമ്മുടെ ഓർഗനൈസേഷൻ്റെ ബ്രാൻഡിങ് നല്ലതാവണം. നല്ല കമ്പനീസ് നമ്മളിലേക്ക് വരാൻ പറ്റണം. അതിന് നമ്മുടെ ഓർഗനൈസേഷൻ്റെ വിസിബിലിറ്റി നല്ലതായിരിക്കണം. നല്ല കസ്റ്റമേഴ്സിനെ നമ്മളിലേക്ക് കൊണ്ടുവരാൻ പറ്റണം. അതേപോലെ തന്നെ നമുക്ക് നല്ല ഇൻവെസ്റ്റേഴ്സിനെ നമ്മളിലേക്ക് കൊണ്ടുവരാൻ പറ്റണം. ഇതെല്ലാം ഞങ്ങളുടെ മാർക്കറ്റിങ്ങിൻ്റെ ഒബ്ജക്റ്റീവാണ്. അപ്പോൾ ഇത് ഓരോ ആസ്പെക്റ്റിനും വേണ്ടി നമ്മൾ എങ്ങനെ കാര്യങ്ങളെ മുന്നിലോട്ട് കൊണ്ടുപോകണം എന്ന് തീരുമാനിക്കാൻ വേണ്ടി ഞങ്ങളൊരു മാർക്കറ്റിംഗ് ഹെഡിനെ ഞങ്ങൾ കൊണ്ടുവന്നു. അതിനുവേണ്ടി ഒരു ടീം ഉണ്ടാക്കി. ഗോയിങ് ഫോർവേഡ് യു ക്യാൻ സീ സം ഓഫ് ദോസ് മാർക്കറ്റിംഗ് ആൻഡ് ബ്രാൻഡിംഗ്. Wonderful. We're waiting for that. Good morning, Mr. Dreamer Ajit and Executor Joymon. എൻ്റെ ഒരു ചോദ്യം എന്നല്ല, ഒരു ഡിസ്കഷൻ മീൻസ് 100 വരെ സ്റ്റാഫ് ഉള്ളപ്പം നമ്മൾ HR പോളിസീസ് ഉണ്ടാക്കിയിട്ടിരുന്നില്ല. 100-ന് ശേഷമാണ് HR-നെ വെച്ചെന്ന് സാർ പറയുകയുണ്ടായി. സോ അപ്പം ആ HR 100 വരെ വന്നതിൽ നിന്നും ഡിഫറൻസ് എന്താണ് മാർക്കേഷൻ ചെയ്തിട്ടുള്ളത്? അതുപോലെ തന്നെ താങ്കളുടെ ഫേമിൽ ഈ പറയുന്ന പോലെ എന്തെങ്കിലും യുണീക്ക് HR പോളിസീസ് നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടോ? അതുപോലെ തന്നെ പാൻ ഇന്ത്യ നിങ്ങൾക്ക് പല ആൾക്കാരുണ്ട്. ഓരോ സ്റ്റേറ്റിലും ഡിഫറെൻറ്റ് HR പോളിസീസോ യുണീക്നെസ്സോ ഉണ്ടോ? ഡോക്ടർ നവീനാണത്. യെസ്. എനിക്ക് അദ്ദേഹത്തിൻ്റെ സൗണ്ട് വളരെ ഭാഷയായതുകൊണ്ട് എനിക്ക് മര്യാദയ്ക്ക് മനസ്സിലായില്ല. അപ്പോൾ ചോദ്യം ഒന്ന് റിപ്പീറ്റ് ചെയ്യുന്നതല്ലായിരുന്നു. ഓക്കെ, ഡോക്ടർ നവീൻ നീട്ടിപ്പോയി. ഒറ്റ ചോദ്യം ചുരുക്കി ചോദിക്കാം. സർ, യു ഹാവ് എനി HR പോളിസീസ്, സ്പെസിഫിക് HR പോളിസീസ്? കാരണം സാറ് 100 വരെ HR ആൾക്കാരെ വെച്ചിട്ടില്ലെന്നാണ് പറഞ്ഞത്. 100-ന് ശേഷം HR സ്റ്റാഫിനെയൊക്കെ വെച്ചിട്ട് വർക്കൗട്ട് ചെയ്തു. സോ അതിനുശേഷമുള്ള ഒരു മാർക്കേഷൻ ഡിഫറൻസിന് എന്തായിരുന്നു എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. ഒന്നാമത്തെ ചോദ്യം. പിന്നെ ഇന്ത്യ മുഴുവൻ സാറ് ചെയ്യുന്നതാണ്, സ്റ്റാഫ് ഉള്ളതാണ്. ഓരോ സ്റ്റേറ്റിനും ഓരോ HR പോളിസീസ് സാർ എക്സിക്യൂട്ട് ചെയ്യാറുണ്ടോ? സെപ്പറേറ്റ് ആണോ എന്നാണ് ചോദ്യം. ബ്രീഫായിട്ട് അജിത്, ബ്രീഫായിട്ട്. റണ്ണിങ് ഔട്ട് ഓഫ് ഷാ. താങ്ക് യു. പക്ഷേ ഞങ്ങളെ സംബന്ധിച്ച് ഞാൻ ഈ 100 പേര് വരെ HR ഉണ്ടായിരുന്നില്ല എന്ന് ഞങ്ങളുടെ ലിമിറ്റേഷൻ ആയിരുന്നു. ഞങ്ങളുടെ ഒരു വലിയൊരു ഫെയിലിയർ ആയിരുന്നു. ആ സമയത്ത് ഉണ്ടായിരുന്ന ചലഞ്ചും ഞാൻ പറഞ്ഞു. ആളുകളുടെ നമുക്ക് നല്ല ആളുകളെ നിൽക്കുന്നില്ല, അവർ പെട്ടെന്ന് പോകുന്ന ഒരു സാഹചര്യമായിരുന്നു. അപ്പോൾ നമ്മൾ ഈ നല്ല HR പോളിസികൾ കൊണ്ടുവന്നപ്പോൾ നമുക്ക് നല്ല ആളുകളെ റിക്രൂട്ട് ചെയ്യാൻ പറ്റി. അവർ ലോങ് ടൈമിലേക്ക് നമ്മുടെ കൂടെ നിൽക്കുന്ന ഒരു ആസ്പെക്റ്റ് വന്നു. ആളുകൾക്ക് ലോങ് ടൈമിൽ ഓർഗനൈസേഷനിലുള്ള കരിയർ ഗ്രോത്ത് നമുക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റി. അതിന് മുന്നേ എന്ത് സംഭവിക്കും? കുറച്ച് ആളുകൾ വർക്ക് ചെയ്യും, അവർക്ക് ആരെങ്കിലും നമ്മളോട്ട് വളരെ ക്ലോസ് ആയിട്ടുള്ള ആളുകൾക്ക് നമ്മൾ സാലറി ഇൻക്രിമെൻറ്റ് കൊടുക്കും. ചിലപ്പോൾ നന്നായിട്ട് വർക്ക് ചെയ്യുന്ന ആൾ അത്രയും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാത്ത നമ്മളുമായിട്ട് വളരെ അടുത്ത് ക്ലോസ് ആയിട്ടല്ലാത്ത ആളുകൾ നമ്മുടെ ഓർഗനൈസേഷനിലുള്ളവർക്ക് അവർ ചിലപ്പോൾ വിസിബിലിറ്റിയിലേ ഉണ്ടാവില്ല. അപ്പോൾ അവരുടെ സാലറി കമ്പാരിറ്റീവ്ലി കുറവായിരിക്കും. അപ്പോൾ ഇതിന് നമ്മളൊരു യൂണിഫോം പാറ്റേൺ ഉണ്ടാക്കി. അപ്പോൾ എല്ലാവർക്കും ഫെയർ ടു ഓൾ,
എന്നുള്ളൊരു ആസ്പെക്റ്റിലേക്ക് ആക്കി. ഇവർ ഓരോ ആളുകളുടെയും ഓരോ ദിവസത്തെ ആക്ടിവിറ്റിയും ഇന്ന് നമ്മളോട് ചോദിച്ചാൽ നമ്മൾ എത്ര എക്യുപ്മെൻറ്റിൻ്റെ സർവീസ് ഒരു ദിവസം ചെയ്യുന്നുണ്ട്, ഓരോ ആളുകളും എത്ര മെഷീൻസ് റിപ്പയർ ചെയ്യുന്നുണ്ട്, എത്ര പ്രിവെൻറ്റീവ് മെയിൻ്റനൻസ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ വി ഹാവ് കറക്റ്റ് കണക്കുണ്ട് അതിനകത്ത്. അപ്പോൾ ഓരോരുത്തരുടെയും സമയം എങ്ങനെ യൂട്ടിലൈസ് ചെയ്യുന്നു, ആരാണ് ബെസ്റ്റ് പെർഫോമർ, അതിനകത്ത് അവർ എത്രത്തോളം കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്, ഇവരെല്ലാവരും എത്ര വാല്യൂ സിസ്റ്റംസ് ഫോളോ ചെയ്യുന്നു, ഇതെല്ലാം നമ്മൾ ആഫ്റ്റർ ഞങ്ങളുടെ HR ഡിപ്പാർട്ട്മെൻറ്റ് വന്നതിന് ശേഷം ഉണ്ടാക്കിയ ചില ചേഞ്ചസ് ആണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് കൃത്യമായിട്ട് അറിയാം ആരെ പ്രൊമോട്ട് ചെയ്യണം, ആർക്കൊക്കെ എത്ര സാലറി ഇൻക്രിമെൻറ്റ് കൊടുക്കുമ്പോൾ അത് ഏത് രീതിയിൽ നമ്മളതിനെ മാനേജ് ചെയ്യണം, ഏത് ആളുകൾ ഓരോ ആളുകളെ നമ്മൾ ഇന്ന് എടുക്കുമ്പോൾ അവർ അടുത്ത 5 വർഷത്തിനകത്ത് നമ്മുടെ ഓർഗനൈസേഷൻ പോകുന്ന ജേണിക്ക് പറ്റിയ ആളുകളെയാണ് നമ്മൾ ഇന്ന് എടുക്കുന്നത്, ഇന്നത്തെ ആവശ്യത്തിന് വേണ്ടി മാത്രമല്ല. അപ്പോൾ ഒരാളെ ഒരു പൊസിഷൻ എടുക്കുമ്പോൾ ഒരു എക്സാമ്പിളും കൂടെ പറയാം. ഞങ്ങൾ ആളുകളെ നേരത്തെ എടുക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഞങ്ങൾക്ക് ആ ഡിപ്പാർട്ട്മെൻറ്റ് ഇല്ലെങ്കിൽ ചിലപ്പോൾ ഒരാളെ എടുക്കുമ്പോൾ നേരെ മാനേജർ, സീനിയർ മാനേജർ എന്നൊക്കെ പറയുന്ന ഒരു ഫേസിലാണ് നമ്മൾ എടുത്തിരുന്നത്. പിന്നെ അതിൻ്റെ മുകളിൽ നമുക്ക് വേറൊരാളെ കൊണ്ടുവരാൻ പറ്റില്ല. കാര്യം നമ്മൾ കുറച്ചും കൂടെ വളരുമ്പോൾ ഇയാൾക്ക് ആ കേപ്പബിലിറ്റി ഇല്ലെങ്കിൽ അയാളുടെ മുകളിൽ നമുക്ക് വേറെ ആളെ കൊണ്ടുവരാൻ പറ്റില്ല. അപ്പോൾ ആ ഡെസിഗ്നേഷൻ കൊടുക്കുന്നത് പോലും ഒരാളെ ഒരു സിസ്റ്റത്തിലേക്ക് ഇൻവൈറ്റ് ചെയ്ത് കൊണ്ടുവരുന്നതും അവരെ അപ്രോപ്രിയേറ്റ് ഒരു ഡെസിഗ്നേഷൻ കൊടുക്കുന്നതും അതിനുശേഷമുള്ള കരിയർ പാത്ത് എല്ലാം ഒരു നല്ല HR സിസ്റ്റം പ്രോസസ്സ് ഉണ്ടെങ്കിൽ മാത്രമേ നടക്കുകയുള്ളൂ എന്ന് ഞങ്ങൾ താങ്ക് യു സോ മച്ച്. എനിക്ക് തോന്നുന്നു കേരളത്തിൽ നമ്മൾ ഈ അടുത്ത കാലത്ത് കേട്ട ഒരു 2 സാധാരണക്കാരായ ചെറുപ്പക്കാരുടെ അസാധാരണമായ വിജയം തന്നെയാണ്. സൈറക്സിന് ജോയും അജിത്തും നമുക്കൊരു നല്ല ഐഡിയ കൊടുക്കണം. നമ്മുടെ ആ ബുക്ക് ഒന്ന് എടുക്കാമോ? എനിക്ക് തോന്നിയ 2 ആശയങ്ങൾ പറയാം. ഒന്ന്, നമ്മുടെ കമ്പനിയുടെ വാല്യുവേഷൻ. അയ്യോ, നിങ്ങളുടെ കമ്പനി ചെറുതായിക്കോട്ടെ വലുതായിക്കോട്ടെ എന്ത് വാല്യുവേഷൻ വരുമെന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്താലോ? ആരൊക്കെ ഉണ്ടെങ്കിലും ഒന്നൊരു വാല്യുവേഷൻ ചോദിച്ചു നോക്കുക. നിങ്ങൾ ചെറിയൊരു സ്ഥാപനമായിരിക്കാം, ചിലപ്പോൾ വാല്യുവേഷൻ 10 ലക്ഷമായിരിക്കാം, അല്ലെങ്കിൽ 1 കോടിയായിരിക്കാം, 10 കോടിയായിരിക്കാം, 100 കോടിയാ, വാട്ട് എവർ ഇറ്റ് ഈസ്. ഇതെന്താ കാര്യം എന്നറിയോ? നമ്മളൊരു സംരംഭം നടത്തിക്കൊണ്ട് പോകുന്നത് ബേസിക്കലി ഒരു വാല്യൂ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഈ സ്ഥാപനം ആർക്കും കൊടുക്കാനും നമ്മൾ പോകുന്നില്ല, പക്ഷേ കൊടുക്കുകയാണെങ്കിൽ എന്ത് വാല്യൂ തരും, ഈ മൂല്യമാണ് ഇവരെ വളർത്തിയത്. പക്ഷേ ആ മൂല്യത്തിന് വേണ്ടിയിട്ട് അവർ എന്താ ചെയ്തത്? അവർ നല്ല ഡിസിപ്ലിൻഡായി ട്രാൻസ്പെറൻസി കൊണ്ടുവന്നു. അവരാണത് പറഞ്ഞത്, നമ്മൾ ഈ ബില്ലില്ലാതെ വെക്കുക, ടാക്സ് അടയ്ക്കാതിരിക്കുക, ഇതൊന്നും ബിസിനസ്സുകാർക്ക് പറ്റിയ കാര്യമല്ല. ഒരു ട്രാൻസ്പെറൻസി കൊണ്ടുവന്നാലേ നാളെ ആരെങ്കിലും ഫണ്ട് നമ്മുടെ എടുത്തിട്ട് തരുള്ളൂ എന്നുള്ള ചിന്ത വേണം. ഇനി അജിത്ത് വളരെ സ്പെസിഫിക് ആയിട്ട് പറഞ്ഞു. 2ാമത്തെ വിത്ത് ബഡ്ജറ്റിംഗ്. പെട്ടെന്ന് ഒന്ന് എഴുതി വെച്ചു. ബഡ്ജറ്റിംഗ് എന്താണ് ഈ ബഡ്ജറ്റിംഗ്? നമ്മൾ ചെറിയ സ്ഥാപനമാണെങ്കിലും വലിയ സ്ഥാപനമാണെങ്കിലും ഈ വർഷം ടോട്ടൽ എത്ര സെയിൽസ് നമ്മൾ പ്രൊജക്റ്റ് ചെയ്യുന്നുണ്ട്, അതിന് എഗെയിൻസ്റ്റ് ആയിട്ട് ടോട്ടൽ എത്ര ചെലവ് നമുക്ക് വരും, അത് ബ്രേക്കപ്പ് ആയിട്ട് മന്ത്ലി നമ്മുടെ ടേൺ ഓവർ പ്രൊജക്ഷൻ ഇതാണ്, ഇതിന് എഗെയിൻസ്റ്റ് ഇത്ര ചെലവ് നമ്മൾ പ്രതീക്ഷിക്കുന്നു, ലാഭം ഇത്ര പ്രതീക്ഷിക്കുന്നു. ഇത് പ്രോപ്പറായിട്ട് ബഡ്ജറ്റിംഗ് എല്ലാ മാസവും ചെയ്ത് റിവ്യൂ ചെയ്യുന്നവരൊന്ന് കൈപൊക്കിയേ. യു കൻ സീ ദാറ്റ് 4-5 കൈകളാണ് പോകുന്നത്. വേറെ ഒന്നും നിങ്ങൾ ചെയ്യേണ്ട, നിങ്ങളുടെ ഫിനാൻഷ്യൽ ഡിസിപ്ലിൻ വരും, നിങ്ങൾ ഓട്ടോമാറ്റിക്കായിട്ട് പ്രോഫിറ്റ് കൂടും. ഒന്നും ചെയ്യേണ്ട, എല്ലാ മാസവും ടീമുമായിട്ടിരുന്ന് ഈ മാസം എത്ര സെയിൽ ചെയ്യും, അതിന് അഗെയിൻസ്റ്റ് ആയിട്ട് എത്ര ലാഭം വരും, എത്ര ചിലവുണ്ട്, ഇതിൻ്റെ ഡിഫറൻസിനെ വേരിയൻസ് എന്ന് പറയും. അപ്പോൾ നമ്മളൊരു മാസം കഴിയുമ്പോൾ ഒന്ന് ചോദിക്കുക, എത്രയുണ്ടായിരുന്നു സെയിൽസ്, എത്രയുണ്ടായിരുന്നു ചിലവ്, ലാഭം എത്രയാണ്, ഇത് വ്യത്യാസമുണ്ടോ? ഇവൺ ഇലക്ട്രിസിറ്റി ബില്ല് പോലും നമുക്ക് പ്രൊജക്റ്റ് ചെയ്ത് വയ്ക്കാം. അപ്പോൾ വേരിയൻസ് വന്നു, നമ്മൾ പ്രൊജക്റ്റ് ചെയ്തത് 10,000 രൂപ 12,000 രൂപ വന്നു, സെയിൽ വന്നിട്ടില്ല, എന്തുകൊണ്ട് 2,000 കൂടി? ഓട്ടോമാറ്റിക്കായിട്ട് ആ സ്വിച്ചും ലൈറ്റും ഒക്കെ ഓഫ് ചെയ്തോളും. ഐ ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡിങ്. ഈ കോസ്റ്റ് കട്ടിങ് അവിടെ നടക്കും. അപ്പോൾ ഇന്ന് തൊട്ട് നമുക്കൊരു ഫിനാൻഷ്യൽ ഡിസിപ്ലിൻ വരണമെങ്കിൽ ബഡ്ജറ്റിംഗ് വരണം. സോ ഫണ്ടിങ് വരണമെങ്കിൽ വാല്യുവേഷൻ ഉണ്ടാവണം. വാല്യൂ ക്രിയേറ്റ് ചെയ്യലാണ് നമ്മുടെ ജോലി എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് അഭിമാനിക്കാം, 30,000 രൂപ, കേവലം 30,000 രൂപ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് 500 കോടി വാല്യുവേഷൻ ഉണ്ടാക്കി 140 കോടി 5 രാജ്യങ്ങളിലും പ്രസൻസ് നേടി നിൽക്കുന്ന ജോയ്ക്കും സൈറക്സിനും ഒരു നല്ല കയ്യടി കൊടുക്കണം. താങ്ക് യു ജോയ് ആൻഡ് അജിത്. ഫാബുലസ് ഗ്രോത്ത് ഇൻ എ ഷോർട്ട് സ്പാൻ. നിങ്ങളുടെ ഈ ജോഡി ഇനിയും സ്ട്രോങ് ആയിട്ട് തുടരട്ടെ. സൈറക്സ് ഇനിയും ഉയരങ്ങളിലെത്തട്ടെ. നിങ്ങളുടെ വലിയ വിഷനായ 2,000 കോടി 5,000 കോടിയൊക്കെ എത്തി നമുക്ക് വീണ്ടും ഇതേ വേദിയിൽ കണ്ടുമുട്ടാമെന്ന് സർവേശ്വരനോട് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു വെരി മച്ച്. താങ്ക് യു സോ മച്ച്. റൈറ്റ് ഓൺ ടൈം. ഓവർ ടു യു MC. Thank you very much, Team Cyrix, Eagles, Ajit and Joy for the incredible, spectacular growth presentation. Thank you very much, sirs. Let's begin Golden Eagle Award, ladies and gentlemen. വേദിയിലേക്ക് ആദ്യം തന്നെ സ്വാഗതം ചെയ്യുന്നു ഗോൾഡൻ അവാർഡ് സ്വീകരിക്കുന്നതിന് വേണ്ടി അജിത് കുമാർ ആൻഡ് ജോയ് കെ ജോൺ, ദ ഐക്കോൺസ് ഓഫ് ഈഗിൾസ്, സൈറിക്സ് ഹെൽത്ത് കെയർ പ്രൈവറ്റ് ലിമിറ്റഡ്. നിറഞ്ഞ കൈയടിയോടുകൂടി സൈറിക്സ് ഹെൽത്ത് കെയർ പ്രൈവറ്റ് ലിമിറ്റഡിന്റെ അജിത് കുമാറിനെയും ജോയ് കെ ജോണിനെയും സ്വാഗതം ചെയ്യാം. Congratulations both of you, Golden Eagles Season 3.